അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിങ്ങളുമായിട്ട് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവദിനത്തിന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വദേശം കോട്ടയം മണറാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണറാട് പള്ളി അംഗമായിരുന്നു. ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അവിടെ വെച്ച് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അധ്യാപകൻ പഠിപ്പിച്ചു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന അധ്യാപകൻ പഠിപ്പിച്ചു. സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ എന്നുള്ള വാക്ക് എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഒരു മുഖാന്തരമായി തീർന്നു. ഞാൻ കൈകൾ മലർത്തിപ്പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണമേ. അത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വിശ്വാസം ദൈവ സ്വർഗത്തിൽ നൂലെ കെട്ടി അപ്പം ഇറക്കി തരുമെന്ന് ഞാൻ വിശ്വസിച്ചത്. കാരണം 5 വയസ്സേ ഉള്ളൂ. ആ പിഞ്ചു മനസ്സിൽ, നിഷ്കളങ്കമായ മനസ്സിൽ ഞാൻ ദൈവത്തെ അതുപോലെ വിശ്വസിച്ചു. സ്തോത്രം. എന്നാൽ അപ്പമായിട്ട് ദൈവം എൻ്റെ കൈ തന്നില്ലെങ്കിലും ദൈവത്തിനുള്ള വിശ്വാസം ആ പിഞ്ചു മനസ്സിൽ ദൈവം എനിക്ക് തരുവാനിടയായി. അങ്ങനെ ഞാൻ വളർന്നു വന്നു. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസവും വളർന്നു വരുവാനിടയായി. കൃപയാൽ ചുരുക്കി പറയുകയാണ്, കാരണം ഒത്തിരി സമയം ഇല്ലല്ലോ, 1 മണിക്കൂർ സമയമല്ലേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ ഏകദേശം 12 വയസ്സ് പ്രായമായി. 12 വയസ്സ് പ്രായമായ സമയത്ത് ഒരു മർത്തോമ കൂട്ടായ്മയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യുവാനിടയായി. മണറാട് പള്ളിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അന്നമ്മ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അപ്പം ഞാനാണ് പാലും കൊണ്ട് ചെല്ലുന്നത് ഡോക്ടറുടെ വീട്ടിൽ. പാലും കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, മോളെ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രെയർ ഉണ്ട്, മോള് വരണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു വന്നേക്കാമെന്നും പറഞ്ഞു. എന്നാൽ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ മർത്തോമക്കാരാണ്, അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയാൽ ശരിയാകത്തില്ല, അവർക്ക് അമ്മയില്ലാത്ത കൂട്ടരാണ്, അതുകൊണ്ട് അവിടെ പോകണ്ട എന്ന് മാതാപിതാക്കൾ പറയുവാനിടയായി. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഞാൻ അവരോട് വാക്ക് പറഞ്ഞു പോയി ചെല്ലാമെന്ന്. കാരണം മണറാട്ട് പള്ളി ഞങ്ങളുടെ അടുത്താണ്. എപ്പോഴും പള്ളിയിൽ പോകും. എപ്പോൾ പള്ളിയിൽ പോയാലും മാതാപിതാക്കൾ അനുവാദം തന്നിട്ടുണ്ട്, സന്തോഷമാണ് അവർക്ക്. എന്നാൽ അതുപോലെ ആയിരിക്കും പ്രാർത്ഥനയെന്ന് ഞാൻ കരുതി. എന്നാൽ അമ്മയില്ലാത്ത കൂട്ടരായതുകൊണ്ട് അവരോട് പോകുവാൻ മാതാപിതാക്കൾ അനുവദിച്ചില്ല. അപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ അവരുടെ വീട്ടിൽ പാലും കൊണ്ട് പോകത്തില്ല. എനിക്ക് അവരെ നാളെ ചെന്ന് അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ മാതാപിതാക്കൾ പറഞ്ഞു, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നീ പറഞ്ഞു പോയില്ലേ, ഇന്ന് ഒരു ദിവസം പോക്കോ, പക്ഷെ പിന്നെ മേലാൽ അനുവാദം ചോദിച്ചേക്കരുത്, അനുവാദം തരത്തില്ല, അമ്മയില്ലാത്ത കൂട്ടരോടെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ആ ഒരു ദിവസം അനുവദിച്ചല്ലോ, അത് വലിയ സന്തോഷമായിട്ട് കരുതി ഞാൻ അവിടെ ചെന്നു. ദൈവത്തിന്റെ കൃപയാൽ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് യേശു കർത്താവ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റതും എന്നുള്ള സത്യം എനിക്ക് തിരിച്ചറിയുവാനിടയായി. ദൈവത്തിന്റെ കൃപയാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. തന്നെയുമല്ല, എൻ്റെ ഹൃദയത്തിൽ ആഴമായി ആ വചനം ക്രിയ ചെയ്തപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, 33 തിരുവയസ്സിലെ രക്തം ഊറ്റി തന്ന് യേശു എന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഒരു യൗവനകാലം കർത്താവ് തരുമ്പോൾ ആ യൗവനം മുഴുവൻ ഞാൻ കർത്താവിന് കൊടുക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപയാൽ 12ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു സമർപ്പണം എടുത്തു. ഇന്ന് എനിക്ക് കൃപയാൽ 62 വയസ്സായി. ഈ 50 വർഷക്കാലവും കർത്താവിനെ കൃപയിൽ നിലനിർത്തി. ആ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിപ്പാനും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവന്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ യേശുവിനെ ഹൃദയത്തെ സ്വീകരിച്ച് അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും പ്രത്യേക ഒരു സന്തോഷവും പ്രത്യേകമായ ഒരു അനുഭവം എനിക്കുണ്ടായി. ആ അനുഭവത്തിൽ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, വലിയ അനുഗ്രഹമായിരുന്നു. അതെന്തോ അനുഗ്രഹം നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ യേശുവിന് കൊടുത്തെന്നു. നിന്റെ ഹൃദയം യേശുവിന് കൊടുത്തോ? പിന്നെ നീ എങ്ങനെ ജീവിക്കുന്നേ? സ്തോത്രം. അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല. കാരണം യേശുവിന് എൻ്റെ ഉടമസ്ഥ അവകാശം കൊടുത്തു എന്ന അർത്ഥം. അഥവാ യേശുവിനെ ഞാൻ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു, കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു. ആ ഒരു സന്തോഷത്തിലാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരമായി. കാരണം അതിനു മുൻപും യാക്കോബായിലാണെങ്കിലും വളരെ ദൈവഭയത്തോടും ഭക്തിയോടുമാണ് മാതാപിതാക്കളെ ഞങ്ങളെ വളർത്തി. ഞങ്ങൾ 7 മക്കളാണ്.
ഞങ്ങളെ 7 മക്കളെയും മാതാപിതാക്കൾ വളരെ ദൈവഭയത്തോടെ ഭക്തിയോടെ വളർത്തി. സന്ധ്യ ആകുമ്പോഴേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് പാട്ട് പാടി ബൈബിൾ വായിക്കണം, ഇല്ലെങ്കിൽ അത്താഴം തരത്തില്ല. അങ്ങനെ സ്ട്രിക്റ്റിലാണ് വളർത്തിയത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, അഥവാ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വരെയും ഓടിച്ചെന്ന് ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ചെറിയ സങ്കീർത്തനം നോക്കി വായിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അത്താഴം കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ ഒരു പ്രായമായിരുന്നു. എന്നാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ അവസ്ഥ മാറി. പിന്നെ ചെറിയ സങ്കീർത്തനമല്ല, വലിയ സങ്കീർത്തനം വായിക്കാൻ തുടങ്ങി. ഒരധ്യായം വായിക്കുമ്പോൾ അടുത്തത് വായിക്കണമെന്ന് തോന്നുന്നു, അത് കഴിയുമ്പോൾ അടുത്തത് വായിക്കണമെന്ന് തോന്നുന്നു. വചനം വായിക്കാൻ ആർത്തി, വിശപ്പ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. ദൈവവചനം പറയുന്നു, പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. സ്തോത്രം. അതാണ് എൻ്റെ ജീവിതാനുഭവം. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ, അഥവാ ഞാൻ പുതുതായി ജനിച്ചപ്പോൾ, ദൈവവചനം വായിക്കാനുള്ള ആർത്തി, വിശപ്പ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. ഒരു കുഞ്ഞ് ജനിക്കാതെ എങ്ങനെയാ പാല് കുടിക്കുന്നത്? സ്തോത്രം. ജനനം ശരിയാണെങ്കിൽ, വീണ്ടും ജനനം ശരിയാണെങ്കിൽ വചനത്തെ കുറിച്ചുള്ള ഒരു ദാഹവും വിശപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചത്. അല്ലാതെ ആരുടെയും വാക്ക് കേട്ടോ പ്രസംഗം കേട്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ അടുത്തെങ്കിലും ബിന്ദുക്കോസുകാർ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമാണെങ്കിൽ വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ദൈവ ശബ്ദമായി വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റെടുക്കുന്നവർക്ക് ഇന്നും വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ കൂടിയാണ് വിടുതൽ. വചനം അയച്ചാണ് അവൻ സൗഖ്യമാക്കുന്നത്. വചനം അയച്ചാണ് അവൻ ബന്ധനങ്ങളെ അഴിക്കുന്നത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നത് ദൈവവചനത്താല. സ്തോത്രം. അതുകൊണ്ട് ദൈവവചനം നാം പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവത്തിന്റെ വാക്ക് ഉവ്വ് ഉവ്വ് എന്ന് തന്നെ ആ വചനം വിശ്വസിക്കണം. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തെ സ്നേഹിപ്പാൻ ഉണ്ടായ ഒരു മുഖാന്തരം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ വീട് കൂടാതെ ഞങ്ങൾക്ക് അല്പസ്ഥലം കൂടെ ഉണ്ട്. ആ സ്ഥലത്ത് കപ്പ പറിക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ അമ്മയും കൂടെ പോയതാ. അപ്പോൾ ഒരു പള്ളിയിലെ കപ്പ്യാരുടെ വീടാണ്. അവർക്ക് 3 ആൺമക്കളാണ്. അവർക്ക് 3 പേർക്ക് 3 സെന്റ് സ്ഥലം വെച്ചാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കപ്പ തേങ്ങ എല്ലാം ഒരു വില കൊടുത്ത് വാങ്ങിക്കുക. അപ്പൊ അമ്മ എന്നോട് പറയും, ഞങ്ങളോട് മക്കളോട് എല്ലാവരോടും പറയും, നിങ്ങൾ അവിടെ കപ്പ പറിക്കാൻ പോകുമ്പോൾ അവർക്കൂടെ കപ്പ കൊടുക്കണം. കർത്താവ് നമുക്ക് ഇത്രയൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പം അവർക്കൂടെ കൊടുക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം. അത് ദൈവസ്ഥനെ പ്രസാദമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോഴും പറയും അവർക്ക് കൊടുത്തേച്ചേ കൊണ്ടുവരാവുള്ളെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം ഞാനും എൻ്റെ അമ്മയും കൂടി പ്രാർത്ഥനയ്ക്ക് കപ്പ പറിക്കാൻ പോയി. കപ്പ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടുകാർ വന്നപ്പോൾ അവരോട് കപ്പ കൊടുത്തപ്പം പറഞ്ഞു, ഞങ്ങൾക്ക് 2 മൂട് കപ്പയും കൂടെ കൂടുതൽ വേണം. എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥനക്കാർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണെന്ന് എൻ്റെ അമ്മ വിശ്വസിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ അമ്മ കപ്പ പറിച്ചു കൊടുത്തു. ഉടനെ അവിടുത്തെ മോള് പറയുക, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അല്പസമയം ഞങ്ങളുടെ കൂടെ വന്നിട്ട് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. സ്തോത്രം. അതൊരു സന്തോഷം. അമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വരുമ്പോൾ അമ്മ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ യാദൃച്ഛികമായിട്ട് ആ മീറ്റിങ്ങിൽ പോയതാ. അവിടെ യാക്കോബ, മർത്തോമ, CSI ഈ 3 ഗ്രൂപ്പിലുള്ള ആൾക്കാരും ആ മീറ്റിങ്ങിലുണ്ട്. ഈ മർത്തോമ CSI ആൾക്കാർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. യാക്കോബക്കാർക്ക് കൗമകളും എഴുതി വെച്ച പ്രാർത്ഥനകളെ അറിയാവുള്ളൂ. എന്നാൽ ഇവരുടെ ഈ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആഗ്രഹം, ഇതുപോലെ എനിക്കും പ്രാർത്ഥിക്കണം. ഞാൻ കൈ മലർത്തി പിടിച്ച് കണ്ണുകൾ അടച്ച് മുട്ടുകുത്തി നിന്ന്, കർത്താവെ എനിക്ക് പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇരുന്ന മുറിയിലേക്ക് ഒരു വലിയ പ്രകാശം കടന്നു വരുവാനിടയായി. ആ പ്രകാശം എന്ന് പറയുന്നത് ട്യൂബ് ലൈറ്റ് ഒക്കെ കത്തുമ്പോൾ അതിനകത്തൊരു വെണ്മയുണ്ടല്ലോ, ആ പ്രകാശം മുറിക്കുള്ളിൽ വ്യാപിച്ചു. യേശു എൻ്റെ അടുക്കലേക്ക് താന്നിറങ്ങി വന്നു.
യേശുവിൻ്റെ കാൽപാദം എൻ്റെ കണ്ണിൻ്റെ നേരെ വരികയും ദൈവശക്തി എൻ്റെ മേൽ വന്നിട്ട് കൃപയാൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മുറിക്കകത്ത് വന്നവരുടെ ആവശ്യങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ, വിഷയങ്ങളൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. ഞാൻ അവരുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. സ്തോത്രം. അപ്പോൾ ഒച്ചയല്ല പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഇരിപ്പുണ്ട്. അമ്മ എന്നെ ഞുള്ളിയിട്ട് പറഞ്ഞു, ഇടി പയ്യെ പറയടി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പയ്യെ പറയാനും പറ്റുന്നില്ല, പ്രാർത്ഥന നിർത്താനും പറ്റുന്നില്ല. വേദനിക്കുന്നുണ്ട്, ഞുള്ളുന്ന നല്ല വേദനയുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. കാരണം എൻ്റേതല്ലാത്ത ദൈവശക്തി എൻ്റെ മേൽ വന്നപ്പോൾ, സ്തോത്രം, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനോട് ഞാൻ പറയാം, നിക്കടാ ഫാൻ എന്ന് പറഞ്ഞ ഫാൻ നിൽക്കൂ? ഇല്ല. ഒന്നീ കറണ്ട് പോകണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. ഇതുപോലെ എൻ്റേതല്ലാത്ത ശക്തി എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അല്ല എൻ്റെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവസാനം മദ്യപാനികൾക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അവസാനമായി പ്രാർത്ഥന നിന്നു. കൃപയാൽ അന്ന് മുതൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യം പ്രാപിക്കും. എത്ര ആൾക്കൂട്ടത്തിലും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു ലജ്ജയില്ല. പ്രാർത്ഥനാ വരമായിട്ട് ദൈവം എനിക്ക് അന്നത് തന്നു. 12 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ വലിയ കൂട്ടായ്മകളൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ കോട്ടയത്ത് കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കഞ്ഞിക്കുഴി തോമാച്ചൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. അന്ന് മർത്തോമായിലെ ഒരു കൂട്ടായ്മക്കാരനായിരുന്നു. അദ്ദേഹം ഒരു മദ്യപാനിയായിരുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വന്നു. അങ്ങനെ അവിടെ വലിയ കൂട്ടായ്മകളൊക്കെ നടത്തുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നെക്കുറിച്ച് അറിവ് കിട്ടി. അദ്ദേഹം ഒരു ദിവസം എന്നെ അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ മാസവും അവസാന 3 ദിവസം അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഈ മോളെ വിടണം. വെള്ളിയാഴ്ച വിട്ടാൽ ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും അച്ചായനും അനുവദിച്ചു. അവിടെ മാത്രം കൂട്ടായ്മയ്ക്ക് പോകാൻ പെർമിഷൻ കിട്ടി. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പൊ അവിടെ നല്ല ആൾക്കൂട്ടം, 500ഉം 1000 ഒക്കെ പേര് ഉപവാസ പ്രാർത്ഥനയിൽ, കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് അത്ഭുതം കാണാൻ. അവിടെ ഒത്തിരി വിടുതലും അത്ഭുതങ്ങളും ഒക്കെ നടന്നൊരു മീറ്റിംഗ് ആണ്. അതിലേക്ക് അനേകർ കടന്നു വരുമായിരുന്നു. അങ്ങനെയുള്ള ആ വലിയ മീറ്റിങ്ങിൽ എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരം എല്ലാ മീറ്റിങ്ങിലും ആ ദിവദാസം തരുമായിരുന്നു. അപ്പം ഞാൻ 12 വയസ്സേ ഉള്ളതിലും മൈക്കിൽ കൂടെ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. അപ്പൊ എന്നെ എല്ലാവർക്കും നല്ല പരിചയമാണ്, അവിടെ വരുന്നവർക്കല്ല. എന്നാൽ ആരെയും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥന കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, മോടെ വീട് എവിടെയാ? ഞാൻ പറയും, മണറാട് പള്ളിയുടെ അടുക്കല. പേരെന്നാ? പൊന്നമ്മ. ഇത്രയും മാത്രം ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ, വീടിൻ്റെ വാതുക്ക വരുമ്പോൾ, വീടിൻ്റെ പടിയിലോട്ട് കയറുമ്പോൾ ഒരു അമ്മച്ചിയും എൻ്റെ അമ്മയായിട്ട് സംസാരിക്കുന്നു. അപ്പൊ എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് കേൾക്കാം, എനിക്ക് പ്രാർത്ഥിക്കാൻ വിടാൻ മക്കളില്ല എന്നൊക്കെ പറയുന്ന ഒച്ച എനിക്ക് കേൾക്കാം. ഞാൻ ചെന്നപ്പോൾ ഈ അമ്മച്ചി കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ കൂട്ടായ്മ വന്ന കഞ്ഞിക്കുടി തോമാച്ചാൻ്റെ അവിടെ വന്നുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി, ആ അമ്മച്ചിയുടെ മോള് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച്, പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് 2 ബസ്സിനിടയിൽ വെച്ച് ഞെരിഞ്ഞ് ബോധം കെട്ട് വീണു. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലാക്കി. 24 മണിക്കൂർ കഴിയാതെ ഡോക്ടർക്ക് ഒന്നും പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ അമ്മയ്ക്ക് ഈ മോളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ആ അമ്മ ഓടി എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ പള്ളിയിൽ പോകാൻ മാത്രമേ അനുവാദമുള്ളൂ. അതുകൊണ്ട് വേറൊരിടത്തും പോകാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് മർത്തോമാ കൂട്ടായ്മയിൽ പോയാൽ പോലും അടി കിട്ടും. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ അങ്ങനെ പ്രാർത്ഥനയ്ക്കൊന്നും വിടത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മയുടെ പറച്ചിൽ കേട്ടുകൊണ്ട് എൻ്റെ അമ്മ, എനിക്ക് വിടാൻ മക്കളില്ല, പ്രാർത്ഥിക്കാൻ വിടാൻ മക്കളില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മറ്റേ അമ്മച്ചി സമ്മതിക്കത്തില്ല. അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറയുക, അവൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളാ. ഭർത്താവ് മനോരമ ജോലിക്കാരനാ, 3 കുഞ്ഞുങ്ങളാ. ആ കുഞ്ഞുങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ മോള് വന്ന് പ്രാർത്ഥിച്ചാൽ അവൾക്ക് ജീവിക്കപ്പെടും, അവൾ സൗഖ്യം പ്രാപിക്കും. അവളൊരു അമ്മയായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതാവായിട്ട് ഇരിക്കും, അതുകൊണ്ട് വിടണമെന്ന് പറഞ്ഞ് കാല് പിടിച്ച പോലെ കരഞ്ഞു പറയും. ഞാൻ ഈ വാക്ക് കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നി. ഞാൻ അവിടെ ചെന്നു. വീട്ടിൽ ചെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പെട്ടെന്ന് അവിടെ വരെ ഒന്ന് പോയി പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം. അപ്പൊ എൻ്റെ അച്ചായൻ 6 മണിയാകുമ്പോൾ വരും, 6 മണിക്ക് ഇപ്പുറം ഞാൻ വന്നോളാം എന്ന് വാക്ക് കൊടുത്തു. അങ്ങനെ എന്നെയും കൊണ്ട് ഈ അമ്മച്ചി മെഡിക്കൽ കോളേജിൽ പോയി.
ഞാനാണ് സ്കൂൾ യൂണിഫോമിലാണ്. ഞാൻ കണിയാങ്കുന്നെന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. വെള്ള ഷർട്ട്, നീല പാവാടി, സ്കൂൾ ബാഗ് വീട്ടിലോട്ട് വെച്ചിട്ട് തലയായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു സ്കാർഫ് മാത്രം കൈ പിടിച്ചുകൊണ്ട് ഈ അമ്മച്ചിയുടെ കൂടെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മണി 5 സ്തോത്രം. ആ മെഡിക്കൽ കോളേജിൽ ചെന്നു. ഞാൻ ഒറ്റ വാക്ക് അവിടെ ചെന്നപ്പോൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം ഒരു നേഴ്സുമാരുടെ റൂമിനടുത്താണ് ഈ സഹോദരിയെ കടത്തിയിരിക്കുന്നത്. അത്യാസന്ന നില കിടക്കുകയാണ്. അപ്പം ഈ അമ്മച്ചിയെ ഞാനിവിടെ ഇവിടെ ചെന്ന് ഒറ്റ വാക്കേ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് അങ്ങയുടെ നാമത്തിൽ ഇവിടെ കടന്നു വന്നു, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവനാമം അവിടെ മഹത്വപ്പെടുവാനിടയായി. പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ ആ അമ്മച്ചി ആ സിസ്റ്റർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാനിടയായി. അവര് അനങ്ങാതെ കടന്ന് സഹോദരി എഴുന്നേക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ഭർത്താവ് വേഗത്തിൽ ചെന്ന് നേഴ്സുമാരുടെ റൂമിൽ ചെന്ന് അറിയിച്ചു. അവർ ഡോക്ടർമാരെ വിളിച്ചു. 5 മിനിറ്റ് കൊണ്ട് ഇഷ്ടം പോലെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം അവിടെ വന്നു. അവരെല്ലാം നോക്കി, ഇവർക്ക് സൗഖ്യമായി. അവർ തമ്മിൽ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ മേലെന്ന് ഡോക്ടർ വിധി എഴുതിയ സ്ഥാനത്ത് 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ അത്ഭുതം നടന്നപ്പോൾ അവർക്ക് ഭയങ്കര, അവർ പറഞ്ഞു എന്തോ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞ് ഡോക്ടർമാർ മടങ്ങിപ്പോയി. ഈ അമ്മച്ചി ഇത് കണ്ടുകൊണ്ട് ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്നെക്കുറിച്ചുള്ള ചിന്ത അമ്മച്ചിയുടെ മനസ്സിൽ നിന്നും പോയി. ഞാൻ അമ്മച്ചിയെ വിളിച്ചിട്ടൊന്നും അമ്മച്ചി കേൾക്കുന്നില്ല. അമ്മച്ചിയാണ് ചട്ടയം കൊണ്ട് കൊടുക്കുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പൊ ഈ ചട്ടയം കൊണ്ടും കവണയും കൊടുക്കുന്നവർക്ക് ഈ പുറകിലൊരു വാലുണ്ട്. അപ്പൊ ഞാൻ കയ്യാലൊക്കെ വിളിച്ചിട്ടൊന്നും അമ്മച്ചി മൈൻഡ് ചെയ്യുന്നില്ല. അമ്മച്ചി ഈ മോടെ സൗഖ്യം കണ്ടുകൊണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. എനിക്കാണ് എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. വെട്ടൊന്ന് മുറി 2 എന്ന സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഫാദർ കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ഫാദറിന്റെ അനുവാദം പോലും അന്നത്തെ കാലത്ത്, കാരണം ഫോണില്ല, അച്ഛനെ വിളിച്ചു പറയാൻ. പിന്നെ പെട്ടെന്നുണ്ടായ വിഷയത്തിൽ ഞാൻ നിർബന്ധിച്ച് ഈ അമ്മച്ചിയുടെ വാക്കും കേട്ട് പെട്ടെന്ന് പോന്ന അമ്മയുടെ അനുവാദം ചോദിച്ച് എൻ്റെ ഫാദർ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ ഫാദർ വഴക്ക് പറയും. അതുകൊണ്ട് പേടിച്ച് ഞാൻ വിഷമിച്ചാണ് ഈ അമ്മച്ചിയെ വിളിച്ചത്. അമ്മച്ചി മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ ഈ പുറകെ അടുക്കെ പിടിച്ച് വലിച്ചു. ഈ അമ്മച്ചി തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു അമ്മച്ചി എൻ്റെ ഫാദർ വന്നാൽ എൻ്റെ അമ്മയെ വഴക്ക് പറയും. ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ മോളെ ക്ഷമിക്കണം, ഞാൻ എല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി ആരോടും പെർമിഷൻ ചോദിച്ചില്ല. അമ്മച്ചി പെട്ടെന്ന് എന്നെ കൊണ്ട് മണറാട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്നാക്കിയിട്ട് ആ അമ്മച്ചി തിരിച്ച് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഈ മോള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പം ഈ മോളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രാർത്ഥന വിശ്വാസമില്ല. ഈ അമ്മച്ചി കൂട്ടായ്മയ്ക്ക് വരുന്നതിന് തന്നെ അദ്ദേഹം എതിരുകാരനുമാണ്. അതുകൊണ്ട് ഈ അമ്മച്ചി ചോദിച്ചു ഇതെന്തോ സംഭവിച്ചത്, ഡോക്ടർമാർ എന്നാ പറഞ്ഞു, ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു. ഉടനെ പറഞ്ഞു 5 മണിയായപ്പോഴാണ്. പിന്നെ ഡോക്ടർമാരെന്നാ പറഞ്ഞു, അവി പറഞ്ഞു എന്തോ അത്ഭുതം നടന്നെന്ന് പറഞ്ഞു. അവർക്കറിയത്തില്ല എന്തോ സംഭവിച്ചത്, എന്തോ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഡിസ്ചാർജ് ആയപ്പം അല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മച്ചി ചോദിച്ചു, ആട്ടെ നിങ്ങൾക്കറിയത്തില്ല, ഡോക്ടർമാർക്കും അറിയത്തില്ലല്ലോ എന്താ സംഭവിച്ചത്, എന്നാൽ എനിക്കറിയാം. അതെങ്ങനെയാണ് ഡോക്ടർക്ക് അറിയാൻ മേലാത്ത കാര്യം, ഞങ്ങൾക്കറിയാൻ മേലാത്ത കാര്യം അമ്മച്ചി എങ്ങനെയാണ് അറിയുന്നത് എന്താ സംഭവിച്ചത്? അന്നേരം പറഞ്ഞു ഇവിടെ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചു മണറാട്ടുണ്ട്. ആ കൊച്ചിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ ആ കുഞ്ഞുമായിട്ട് മെഡിക്കൽ കോളേജിൽ വന്നു പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഇവളെ എഴുന്നേറ്റത്, ഇവളെ ദൈവം സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും വന്നിട്ട് ആ കൊച്ചിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഒരു കൊച്ച് സ്കൂൾ യൂണിഫോം ഇട്ടുണ്ട്, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചി എന്ന് ആരെയും ശ്രദ്ധിക്കും? ആരും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ ആ കുഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് സൗഖ്യം കിട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസമായി. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ കുഞ്ഞിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം, അവിടെ ഒരു വിരുന്നൊക്കെ നടത്തി പ്രാർത്ഥന നടത്തി ആ കുഞ്ഞിന് എന്തെങ്കിലും നന്മയൊക്കെ കൊടുത്തു വേണം വിടാൻ. അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ ക്ഷണിക്കുവാൻ വേണ്ടി ഈ അമ്മച്ചി പിന്നെയും ഞങ്ങളുടെ വീട്ടിൽ വന്നു. അങ്ങനെ ഈ അമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നില്ല ഇത് ക്ഷണിക്കാനാണ് വരുന്നെന്ന്.
ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഈ അമ്മച്ചിയെ കണ്ട്, എൻ്റെ ദൈവമേ, അന്ന് തന്നെ ഞാൻ പോയി, എന്ത് കഷ്ടപ്പെട്ടാ പോയത്, എന്ത് ബുദ്ധിമുട്ടി വിഷമിച്ചാ പോയത്, അയ്യോ ഇനി ഈ അമ്മച്ചി വന്നോ, അയ്യോ ഇനി അമ്മ എന്നെ വിടത്തില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വിഷമിച്ച് ഞാൻ കയറി വരുമ്പോൾ ഈ അമ്മച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷം. അപ്പോഴാണ് അമ്മച്ചി വിവരങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. അവിടെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടി മോളെ കൊണ്ട് പ്രാർത്ഥനയ്ക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, അമ്മച്ചി, വിടുതൽ തന്നത് ദൈവമാണ്. അവിടെ എനിക്ക് നിങ്ങളുടെ ഒരു വിരുന്നും വേണ്ട, ഒരു നന്മയും വേണ്ട. വിടുവിച്ചത് ദൈവമാണ്. ആ ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ദൈവത്തെ വിശ്വസിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തിന് മഹത്വം കൊടുത്ത് നിങ്ങൾ ജീവിച്ചാൽ മതി, എനിക്ക് നിങ്ങളുടെ ഒരു നന്മയും വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മീറ്റിങ്ങിന് ഞാൻ പോയില്ല. കാരണം അങ്ങനെയൊന്നും വിടത്തില്ല വീട്ടിൽ നിന്ന്, അതുകൊണ്ട് പോയില്ല. പക്ഷേ ഈ ഒരു അനുഭവമാണ് എന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചത്. സ്തോത്രം. കാരണം ഈ അത്ഭുത സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് എനിക്ക് ചെയ്തു തന്നെങ്കിൽ, സ്തോത്രം, അങ്ങയുടെ മഹത്വം അവിടെ വെളിപ്പെട്ടെങ്കിൽ, കർത്താവ് എന്നോട് എന്ത് കൽപ്പിച്ചാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഈ അനുഭവമാണ് ദൈവത്തെ സ്നേഹിപ്പാനുണ്ടായ മുഖാന്തരം. അതുകൊണ്ട് ദൈവകൽപ്പന, ദൈവം എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുമെന്ന് പറഞ്ഞൊരു സമർപ്പണത്തോടെ എൻ്റെ ജീവിതം മുൻപോട്ട് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 50 നോയമ്പ് സമയമായി. അപ്പം ഞാൻ ഈ സഭ വിട്ടുപോയുള്ള രക്ഷയോട് എനിക്ക് താല്പര്യമില്ല. മണറാട്ട് പള്ളിയിൽ തന്നെ ഉറച്ചു നിന്നുള്ള രക്ഷയോടാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ബൈബിൾ വായിക്കുന്നു. അപ്പോൾ തന്നെ ബൈബിൾ അടിസ്ഥാനത്തിൽ വചനം അനുസരിച്ച് ജീവിക്കണം, എന്നാൽ പള്ളി വിട്ടും പോകരുതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും നന്നായി ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയി. എല്ലാ നോയമ്പുകളും കൃത്യമായിട്ട് എടുത്തു. 3 നോയമ്പ് വരുമ്പോഴാണെങ്കിൽ എല്ലാവരും യോനാ പ്രവാചകന്റെ നോയമ്പിനോടുള്ള ബന്ധത്തിൽ ഇറച്ചിയും മീനും മുട്ടയും പാലും ഉപേക്ഷിക്കുമ്പോൾ ഞാൻ 3 ദിവസവും ഫുഡ് ഉപേക്ഷിച്ച് ദൈവത്തിനെ ഉപവസിക്കുമായിരുന്നു. 12 വയസ്സേ ഉള്ളെങ്കിൽ. എന്നാന്ന് ചോദിച്ചാൽ യോനയുടെ പുസ്തകം വായിച്ചു. യോനായ്ക്ക് വേണ്ടി അവർ ഉപവസിക്കുന്നത്, നോയമ്പ് എടുക്കുന്ന 3 നോയമ്പ്. അപ്പൊ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന യോന 3 പകലും 3 രാവും ഭക്ഷണം ഒന്നും കഴിച്ചില്ല, വെള്ളം ഒന്നും കുടിച്ചില്ല. കാരണം അങ്ങേര് മത്സ്യത്തിന്റെ വയറ്റിലാണ് കിടക്കുന്നത്. യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിലായതുകൊണ്ട് 3 ദിവസവും ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇറച്ചി മീനും മുട്ടയും പാലും മാത്രം ഉപേക്ഷിക്കുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ലെന്ന് പിടികിട്ടി. അതുകൊണ്ട് ഞാൻ 3 ദിവസം ഉപവസിച്ചു. അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തുടങ്ങി. 3 നോയമ്പ്, 8 നോയമ്പ്, 15 നോയമ്പ്, 25 നോയമ്പ്, 50 നോയമ്പ് എല്ലാം കൃത്യമായിട്ട് എടുത്തു. അങ്ങനെ എടുത്തു വരുമ്പോൾ 50 നോയമ്പിന്റെ സമയമായപ്പോൾ ഒരു പാട്ടുണ്ട് 50 നോയമ്പിൽ. കൊല്ലും വഞ്ചന ആയുള്ള പൊന്നും വെള്ളിയും നേടണ്ട, നിത്യാജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്ക. പ്രീസലോ യാക്കോബക്കാർ ഓർത്തഡോക്സുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പാട്ട് ഓർമ്മ വരും. പ്രീസല. അപ്പൊ കൊല്ലും വഞ്ചന ആയുള്ള പൊന്നും വെള്ളിയും നേടണ്ട, നിത്യജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്കണം, സത്യവചനം കേൾക്കണം. വചനം അനുസരിച്ചാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, നിത്യജീവൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് കൊല്ലുന്നതും വഞ്ചിക്കുന്നതുമാണ്. പൊന്നും വെള്ളി, പൊന്നിനു വേണ്ടി എത്രയോ പേരെയാ കൊല്ലുന്നത്. അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഈ പാട്ട് ചൊല്ലിയപ്പോ അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ആ പാട്ട് പാടിയിട്ടുണ്ടെന്നറിയോ. എന്നാൽ 82-ലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് 50 നോയമ്പിലാണ് ഈ പാട്ടിന്റെ വരികൾ എന്നെ ഈ സത്യത്തിലേക്ക് നടത്തിയത്. അപ്പോൾ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ആഭരണത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. ഇതെനിക്ക് വേണ്ട. പക്ഷെ വീട്ടുകാര് തന്നത് അവരുടെ അനുവാദം കൂടാതെ ഊരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുക. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആഭരണം അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് നീക്കിത്തരണമേ. സ്നാനത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, സ്നാനം അങ്ങയുടെ കൽപ്പനയെങ്കിൽ അതനുസരിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ അതിനുള്ള വഴി ദൈവം ഒരുക്കി തരണമേ. ഈ 2 വിഷയം വെച്ച് പ്രാർത്ഥന തുടങ്ങി. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, പറമ്പുകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, മണറാട്ടുപള്ളി ഇടവക്കാര. അവിടെ ഒരു പ്രാർത്ഥനയിൽ അന്ന് കറുകയിലെ അച്ഛനാണ് പ്രസംഗിക്കേണ്ടത്. അച്ഛൻ കൺവെൻഷന് പോയി, അച്ഛൻ അവിടെ ഇല്ല. പിന്നെ ഏബ്രാ സാറാണ് പ്രസംഗിക്കേണ്ടത്. സാറിന് പനിയായിട്ട് കിടപ്പായി.
അവിടെ ആരും പ്രസംഗിക്കാനില്ലാതെ വന്നപ്പോൾ അവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറഞ്ഞു, ഈ മോള് നല്ലതായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ട് മോൾ എഴുതിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങള് പള്ളിക്കാര് കൂട്ടുകാര് സ്നേഹിതരെല്ലാം ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എങ്ങനെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമെന്ന് ആദ്യം ഒന്ന് കരുതി. ദൈവം എന്നോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എഴുന്നേറ്റു. ദൈവം തന്ന കൃപയിൽ പ്രാർത്ഥിച്ചു എഴുന്നേറ്റു. കണ്ണടച്ചു ബൈബിൾ തുറന്നു. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാനത് വായിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പിന്നെയും അള്ളിച്ചെന്തെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എറിയണ്ടിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നിറയ്ക്ക് ചോറി പിടിപ്പിക്കും. സ്തോത്രം. പിന്നെ അവിടെ കാതില കടകം കവണി എന്നൊക്കെ പറഞ്ഞ് വലിയ ലിസ്റ്റ് അവിടെ കൊടുക്കും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വായിക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിക്കാൻ നോക്കണം. സ്തോത്രം. അങ്ങനെ യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാൻ ആ വചനം വായിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാതിൽ നിന്ന് തന്നെ കമ്മലൂരി താഴ്ന്നു. സ്തോത്രം. അപ്പം എന്തോ മുട്ടി ഇങ്ങനെ ഒരത്തെ മുട്ടിയതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് വലിയ ശ്രദ്ധ കൊടുത്തില്ല. എന്നാൽ പ്രാർത്ഥന ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് സാധാരണ സഹോദരിമാരിക്കുന്നിടത്ത് പോയി ഞാൻ അപ്പച്ചന്മാരടുക്കൽ നിന്നാണ് പ്രസംഗിച്ചത്. സഹോദരിമാരടുക്കലേക്ക് ഞാൻ നേരത്തെ ഇരുന്നിടത്ത് പോയി ഇരുന്ന് എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ആ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് ഒതുക്കിയപ്പോ ഒരു കാതെ തടയുന്നുണ്ട്, ഒരു കാതയില്ല. എനിക്കിതിനോട് താല്പര്യം ഇല്ലെങ്കിലും ഇത് വീട്ടുകാരുടെ ആയതുകൊണ്ട്, ഇതിന്റെ മുതൽ മുടക്കിയത് അവരായതുകൊണ്ട് നഷ്ടപ്പെട്ടപ്പം എന്നെ വഴക്ക് പറയുമല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാൻ അവിടെ എല്ലാം തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന അപ്പച്ചന്മാരിൽ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആരോടാ ഇതാരുടെ ഈ മോതിരം എന്ന് ചോദിച്ചു. റിങ്ങ. കാരണം ഈ കാതയിൽ ഒട്ടിയിരിക്കുന്ന ആ 82 ഇറങ്ങിയ ഒരു ഫാഷൻ കമ്മലാ റിങ്. സ്തോത്രം. ഒട്ടിയിരിക്കുന്ന അപ്പൊ ചെറിയതാ, ഒരു മോതിരത്തിന്റെ വലിപ്പമേ ഉള്ളൂ. അപ്പൊ ഇത് ആരുടെയാ ഈ മോതിരം എന്ന് ചോദിച്ചോണ്ട് ഈ അപ്പച്ചൻ ഇതെടുത്തു. ഞാനത് എൻ്റെ ആയതുകൊണ്ട് അപ്പച്ച അത് എൻ്റെയാന്ന് പറഞ്ഞ് ഞാൻ അപ്പച്ചൻ്റെ അടുക്കലോട്ട് ചെന്ന് വാങ്ങുവാനായിട്ട് ചെല്ലുമ്പോൾ, നമ്മൾ ഏത് സാധനം കൊടുത്താലും വാങ്ങിയാലും നമ്മൾ വലത്ത് കൈ കൊണ്ടാണല്ലോ. ഞാനിങ്ങനെ വലത്ത് കൈ ഇങ്ങനെ നീട്ടി, അദ്ദേഹത്തിന്റെ വലത്ത് കൈ കൊണ്ട് ഈ കമ്മലെടുത്ത് എൻ്റെ കയ്യിലോട്ട് തരികയും, കയ്യെ മുട്ടിയില്ല, ഇവിടം വരെ ആയതേ ഉള്ളൂ. ദൈവശബ്ദം എൻ്റെ ചെവി മുഴങ്ങുക, മോശേ മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. മോശ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയും അവന്റെ ചെരുപ്പ് അശുദ്ധി. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം, വിശുദ്ധമായ വചനം, എൻ്റെ ജീവിതത്തിൽ അശുദ്ധി ദൈവം തന്നെ ഊരിക്കളഞ്ഞു. ഞാൻ തീരുമാനിച്ചു ഇനി മേലെ ഞാനത് ഉപയോഗിക്കത്തില്ല. സ്തോത്രം. പക്ഷേ ഞാൻ പള്ളിയിലെ വലിയ ആളായിട്ട് നിൽക്കുക. വലിയ ആളെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടപ്പം മുതൽ 12 വയസ്സിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ എല്ലാ ദിവസവും പള്ളി കുർബാന കാണാൻ പോകും. ഞങ്ങൾ മണ്ടാട്ടുപള്ളി 2 പള്ളിയുണ്ട്. കരോട്ടെ പള്ളിയുണ്ട്, താഴെ പള്ളിയുണ്ട്. താഴത്തെ പള്ളി ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. കരോട്ടെ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട്. കാരണം ഇഷ്ടംപോലെ അച്ഛന്മാരും ഉണ്ട്, പിന്നെ മരിച്ചവരുടെ ഓർമ്മയൊക്കെ ഉള്ളതുകൊണ്ട്, ഒത്തിരി ഇടവകയുള്ളതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും പള്ളി കുർബാനയുണ്ട്. അപ്പം ഞാൻ രാവിലെ കുർബാന കാണാൻ പോകും. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കുർബാന അനുഭവിക്കും. ഉമ്മനീര് പോലും ഇറക്കാതെ വേണം യാക്കോബയിലെ കുർബാന കൊള്ളാൻ. കുർബാന കൊണ്ടേച്ച് വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കും. പകല് മുഴുവൻ ഉപവാസമാണ്. ഉച്ചയ്ക്ക് സ്കൂളിൽ പോകും. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് കാപ്പി കുടിക്കും, കടും കാപ്പി ഒരു ഗ്ലാസ്. പിന്നെ സ്കൂളിൽ പോകും. 4 മണിക്ക് വരും, ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കും. പിന്നെ വൈകുന്നേരം ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയോടെ കുടിച്ചിട്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി സന്ധ്യ നമസ്കാരം കൂടും. നോയമ്പ് കാലമാണെങ്കിൽ, നോയമ്പ് കാലം അല്ലെങ്കിൽ പള്ളി മണി അടിക്കാൻ കപ്പ്യാർ വരും. ചില കപ്പ്യാരന്മാര് മണിമാളിക വന്ന് മണി അടിച്ചിട്ട് അവർ വീട്ടിൽ പോകും. ചിലര് പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കും. ആര് വന്നാലും വന്നില്ലേലും ഞാൻ സന്ധ്യയ്ക്ക് പള്ളിയിലുണ്ട്. എല്ലാ ദിവസവും ഞാൻ പള്ളിയിലുണ്ട്. അങ്ങനെ
രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഓരോ ആഴ്ചയിൽ ഓരോ അച്ഛന്മാരാ അവിടെ. ഒത്തിരി അച്ഛന്മാരുള്ളതുകൊണ്ട് ഓരോ ആഴ്ചയിൽ ഓരോ അച്ഛന്മാരാ. എന്നാൽ എല്ലാ അച്ഛന്മാർക്കും അവിടെ എന്നെ അറിയാം. കാരണം അവരെല്ലാം എല്ലാ ദിവസവും പള്ളി വരും. ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ അവരുടെ അവധിയാണ് ഒരാളുടെ. അത് കഴിയുമ്പോൾ അടുത്ത ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെ വേറൊരാളുടെ അവധിയാണ്. അതുകൊണ്ട് ആരാണോ ഏറ്റിരിക്കുന്ന കുർബാന അവരെല്ലാ അച്ഛന്മാരും ആ ആഴ്ചകളിൽ വരുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഈ അച്ഛന്മാരൊക്കെ എന്നെ കാണും. അവിടെ പള്ളിയിലെ എപ്പോഴും പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ തന്നെ പ്രാർത്ഥന, സൺഡേ സ്കൂള്, പിന്നെ അതുപോലെ തന്നെ സമാജം, ഹെയിൽ മേരി ലീഗ് എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട് കൊണ്ടാട്ടപ്പള്ളി, 15 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് വേണ്ടി. അതിൻ്റെ അകത്തെല്ലാം ഞാൻ ആക്റ്റീവാണ്. അപ്പൊ എപ്പോഴും പള്ളി 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 എന്ന് പറഞ്ഞ് നടന്ന ഞാൻ പെട്ടെന്ന് ഇതൊക്കെ ഊരുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. എന്നാൽ ദൈവം തന്നെ ഊരിക്കളഞ്ഞു. പക്ഷെ ഞാൻ ദൈവം ഊരിയതായിട്ട് എനിക്കറിയാം. വേറെ ആരും നിർമ്മിച്ചാൽ ഇടാനും പറ്റത്തില്ല. എന്നാൽ ഞാൻ പള്ളി വിട്ടു പോരാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പള്ളിക്കാരിയായിട്ട് തന്നെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ദൈവം തന്നെ ഒരിക്കലും ഒരു മുഖാന്തരം ചെയ്തു. അപ്പം അന്ന് അച്ഛൻ വന്നില്ല, സാറ് വന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു സാറിന് പനിയാണ്, സാറിനെ പോയി എല്ലാവരും കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും യോഗ സ്ഥലത്ത് നേരെ സാറിൻ്റെ വീട്ടിൽ പോയി. ഏബ്രാ സാറിൻ്റെ വീട്ടിൽ ചെന്ന് സാറുമായിട്ട് എല്ലാവരും സംസാരിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ മോളോട് പറഞ്ഞു, സാറിന് ഒരു മോളും 2 മോനുമാണ്. ആ മോളോട് എന്ന് പറഞ്ഞു, മോളെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേ, മോളെ ഒന്ന് ഈ കമ്മൽ എനിക്ക് ഇട്ട് തരണം, അല്ലെങ്കിൽ എനിക്ക് ഊരി തരണം. ഇടുവാണെങ്കിൽ എനിക്ക് 2 ഇടണം, ഊരുവാണെങ്കിൽ എനിക്ക് 2 ഇടണമെന്ന് പറഞ്ഞു. ദൈവം ഒരു കമ്മലെ ഊരി കളഞ്ഞോളല്ലോ. അപ്പൊ അടുത്ത കമ്മൽ അവളെ കൊണ്ട് ഊരിപ്പിക്കാനായിട്ട് പോയി. സ്വത്രം അവൾ ഇടാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കാരണം കാത് നീര് വെച്ചു, 2 കാത് നീര് വെച്ചിരിക്കുക. ഈ കമ്മല് ഒരു വശത്തോടെ കയറ്റിയ അടുത്ത വശത്ത് ഇറങ്ങി വന്നാലല്ലേ അത് കയറ്റി ഇടാൻ പറ്റത്തുള്ളൂ, അല്ലേ അത് ഊരിപ്പോകും. പക്ഷെ കാതിന്റെ പകുതി ആകുമ്പോഴേ അതിന്റെ കമ്പ് തീരും. സ്തോത്രം. അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല. ഇടാൻ മേല വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 2 ഊരിയേക്കാൻ പറഞ്ഞു. സ്തോത്രം. ഒന്നും ഊരി കിട്ടിയല്ലോ, കർത്താവ് ഊരി തന്നല്ലോ. മറ്റേത് അവളെ കൊണ്ട് തന്നെ ഊരിച്ചു. സ്തോത്രം. ഊരുമ്പോഴും ഭയങ്കര വേദനയാണ് കേട്ടോ, 2 കാതിനും ഭയങ്കര വേദനയാണ്. പക്ഷെ ഊരി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അന്നൊക്കെ ഞാൻ തമാശ പറയുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു വൈച്ചപ്പറമ്പിലെ പൊന്ന, എൻ്റെ വീട്ടിൽ ഒരു വൈച്ചപ്പറമ്പിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വൈച്ചപ്പറമ്പിലെ പൊന്നമ്മ ഇനി ഇത് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിച്ചോണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തമാശ പറയുന്ന ആളായതുകൊണ്ട് എല്ലാവരും തമാശ ആയിട്ടത് കരുതി. പക്ഷെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. സ്തോത്രം. കാരണം ദൈവം എന്നോട് പറഞ്ഞു ഇത് അശുദ്ധിയാണ്. ദൈവം തന്നെ ഊരിയും കളഞ്ഞു. ഇനി എനിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിയോ എല്ലാവരെയും പോലെയല്ല, നമുക്ക് ഏതല്ല ഇന്ന് ആ ഭാഗം തന്നെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. അത് പറയുമ്പോൾ ഈ നമ്മൾ ആ ഭാഗം എല്ലാവരും നിർത്തി. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യം. അതിനകത്തെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, യഹോവ പിന്നെയും അള്ളിച്ചെന്ന സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി എറികണ്ടിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവ വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ചോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരികൊടലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിന്റെ വാതിൽ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. ഇതാ വചനം. ഈ വചനം വായിച്ച് പ്രസംഗിക്കുമ്പോഴാ ഇത് സംഭവിച്ചത്. ഈ കൂട്ടത്തിൽ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, യഹോവ പിന്നെ അള്ളിച്ചെന്ന സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടി എറുകണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാലുകൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്തു. അല്ലാത്ത പുത്രിമാരെ പോലെ അല്ല, ലോകജാതികളെ പോലെ അല്ല സിയോൻ പുത്രിമാർ. നമ്മൾ സിയോൻ യാത്രക്കാരാ. പ്രൈസ് ദി ലോർഡ്. സിയോൻ പുത്രിമാർക്ക് ഇതൊന്നും പാടില്ലെന്നാ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവരിടുന്നുണ്ടല്ലോ, ഇവരിടുന്നുണ്ടല്ലോ, അവർ ചെയ്യുന്നുണ്ടല്ലോ. സ്തോത്രം. ഇവരെയും പോലെ അല്ല. സിയോനി പോവാൻ ദൈവം നമ്മളെ കണ്ടതാണെങ്കിൽ, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണെങ്കിൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശു ദൈവം നമ്മെ കണ്ടതുകൊണ്ട് നാം ദൈവത്തിന് വിശുദ്ധ ജനമായിരിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്.
ഈ നിർബന്ധം നമ്മുടെ മേലുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. സ്തോത്രം. ദൈവത്തിന് നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ദൈവത്തിന്റെ കണ്ടീഷൻ അതാ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും. അതിൽ കുറഞ്ഞുള്ള യോഗ്യത ദൈവത്തിന് വേണ്ട. സ്തോത്രം. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ കർത്താവ് നമ്മളെ കണ്ടതും വിളിച്ചതും വേർതിരിച്ചതും. ഇസ്രായേൽ പൗരന് യാതൊരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ കാലാകാലങ്ങളിൽ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ബൈബിൾ പറയുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് ക്രിസ്തുയേശു ദൈവം നമ്മെ കണ്ടു. അങ്ങനെ കണ്ടതുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഈ ഭാഗ്യത്തിലാക്കിയത്. നമ്മൾ ആ ദൈവസന്നിധി കടന്നു വന്നിട്ട് പാപങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണമൊക്കെ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാമനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന യോഗ്യത പ്രാപിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിനോട് ഒത്തു വാഴണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദുഷ്ടലോകത്ത്, കഷ്ടലോകത്ത്, പാപം നിറഞ്ഞ ലോകത്ത് നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് ലോകക്കാരെ പോലെ ജീവിക്കുവാനല്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടും വേണം. ദൈവം നമ്മെ വേർതിരിച്ചു നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത. നമുക്കറിയാം, ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും MLA-മാരെയും MP-മാരെയും ഒക്കെ ഇലക്ഷനിൽ കൂടിയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലേ? സ്തോത്രം. ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ടാ സെലക്ഷൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൃപയാൽ ഒരു ഇലക്ഷനും കൂടാതെ കൃപയാ ദൈവം നമ്മെ നേരിട്ട് സെലക്ട് ചെയ്തവരാ. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ അസാധാരണ ജനമാണ്. കാരണം നമ്മുടേതല്ലാത്ത അസാധാരണമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ദൈവം നമ്മുടെ മേൽ നൽകിയിട്ടുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവും വചനവും ഒരു വ്യക്തി ക്രിയ ചെയ്യുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനനം നടക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തന്റെ അടുക്കൽ വന്ന പരീശയുടെ പ്രമാണിയായ നിക്കോദെമോസ് എന്ന് പറയുന്ന മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല. ഉടനെ അദ്ദേഹം ചോദിക്കുക, വൃദ്ധനായ ഞാൻ ഇനി എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ? ഉടനെ യേശു പറയാ, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. നീ പള്ളിയിലെ വലിയ പ്രമാണിയായിരിക്കാം, നീ പള്ളിയിലെ വലിയ ആളായിരിക്കാം, പക്ഷേ നീ സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തിൽ പോകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ പുതുതായി ജനിക്കണം. ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ആത്മാവിൽ ജനിച്ചവർ മാത്രമേ, ആത്മാവിൽ ജനിക്കപ്പെട്ടവർ മാത്രമേ വീണ്ടും ജനനം പ്രാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മാവിൽ ഒരു ജനനം ആവശ്യമെന്ന് യേശു നിക്കോദിമോസിനോട് പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തെ കടപ്പാൻ ആർക്കും കഴിയത്തില്ല. അതിന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഉദാഹരണം നിങ്ങളോടും പറയാം. കാരണം സമയം മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ സാക്ഷി അവിടെ കൊണ്ട് നിർത്തുക. കാരണം വചനം പറയാൻ പിന്നെ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് സ്തോത്രം. അപ്പം കർത്താവ് പറഞ്ഞ ഈ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദിമോസിനോട് പറഞ്ഞ ഭാഗം പറയുമ്പോൾ ഞാൻ സാധാരണ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും വ്യക്തിപരമായ സുവിശേഷീകരണം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ വ്യക്തികളോടൊക്കെ സുവിശേഷം പറയുമ്പോഴും ഞാൻ ഈ ഭാഗം പറയും. ഇപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് ഷെയർ ചെയ്യുക. വേറൊന്നുമല്ല, നമുക്കെല്ലാം പരിചയമുണ്ട് റെയിൽവേ സ്റ്റേഷൻ, അല്ലേ? സ്തോത്രം. റെയിൽവേ സ്റ്റേഷനിൽ പോകാത്തവരാരുമില്ല. എന്നാൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ചുമ്മാ അവിടെ പോയി നിൽക്കാൻ പറ്റത്തില്ല. അവിടെ നിൽക്കണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം, അല്ലേ? പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ആരെങ്കിലും കൊണ്ടുവിടാനോ കൊണ്ടുവരാനായിരിക്കും പോകുന്നത്. പക്ഷെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ആ ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തുമില്ല. യാത്ര ചെയ്യണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കാണാം, ട്രെയിൻ കാണാം, അതിൽ വരുന്ന യാത്രക്കാരെ കാണാം. നമ്മുടെ കൂടെ വരുന്നവരെ നമുക്ക് ആ യാത്ര അയക്കാൻ പറ്റും. ട്രെയിനെ വരുന്നവരെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനും പറ്റും. ഇത്രയുള്ള അനുവാദമേ ഉള്ളൂ ഈ ടിക്കറ്റ് കൊണ്ട്. എന്നാൽ ബോംബെക്ക് പോകണമെങ്കിൽ, തിരുവനന്തപുരത്തിന് പോകണമെങ്കിൽ, കോട്ടയത്തിന് പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. പുതുതായി ജനിച്ചാൽ നീ ദൈവരാജ്യം കാണും, പക്ഷെ കടക്കത്തില്ല. കാണാം. എന്നാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചാൽ നീ ദൈവരാജ്യത്തിൽ കടക്കും.
അപ്പൊ ഈ ശ്രേഷ്ഠകരമായ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ എന്ന് ദൈവവചനം പറയുമ്പോൾ, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണെന്ന് പറയുമ്പോൾ അത് നാം അനുഭവിക്കുന്ന ദൈവമക്കളാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്ന ദൈവമക്കൾ ലോകജാതികളെ പോലെ നിഗളിച്ചും പിന്നെ എറിയണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽകൊണ്ട് ചിലമ്പുലിയൊക്കെ കേൾപ്പിച്ച് ലോകക്കാരെ പോലെ ജീവിച്ചാൽ, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കുമെന്ന്. പിശാചല്ല, പിന്നെ ആരാ ചൊറി പിടിപ്പിക്കുന്നത്? ദൈവം. അപ്പൊ നെകളം ദൈവമക്കൾക്ക് പാടില്ല. ഉന്നതഭാവവും നികള ഹൃദയമുള്ളവരെ ദൈവം സഹായിക്കത്തുമില്ല, സഹിക്കത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. തണ്ട് വെച്ച പടകൊന്നും ദൈവസന്നിധി വില പോകത്തില്ല. പോവോ? തണ്ട് വെച്ച പടകും പ്രതാപമുള്ള കപ്പലൊന്നും ഇതുവഴി പോകത്തില്ല. കർത്താവ് പറയുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. അപ്പൊ സൗമ്യതയും താഴ്മയുമാണ് യേശുവിൻ്റെ നുകം, യേശുവിൻ്റെ സ്വഭാവം. ഇത് വേണം ദൈവമക്കൾക്ക്. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിഗളം പാപമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. കൃപ വേണോ? താഴ്മ ധരിക്കണം. ഉന്നതഭാവവും നികള ഹൃദയമുള്ളവരെ ദൈവം സഹായിക്കത്തുമില്ല, സഹിക്കത്തുമില്ല. അവിടെ നിഗളം സാത്താന്റെ നുകമാണ്. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തെ കുറിച്ച് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 6 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടേക്ക്, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസമുണ്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഉപവാസമുണ്ട്. യെശയ്യാ 58-ന്റെ ആരംഭത്തിൽ വായിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഉപവാസം. ദൈവത്തിന് ഇഷ്ടമില്ല ആ ഉപവാസം. എന്നാൽ 6 മുതൽ വായിക്കുന്നതിനകത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. അതെന്താ? ഈ വ്യവസ്ഥയിലുള്ള ഉപവാസം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ പറയുന്നു എല്ലാ നുകത്തെയും തകർക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നുകം സൗമ്യതയും താഴ്മയും. അതല്ലാത്ത നുകത്തെയൊക്കെ നമ്മൾ തകർക്കണം. അത് ദൈവം തകർക്കത്തില്ല, പിന്നെ ആര് തകർക്കണം? നമ്മൾ തകർക്കണം. നമ്മളുടെ ജീവിതത്തിലുള്ള ഉന്നതവും നികള ഹൃദയവും അഹങ്കാരങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ട മനസ്സിലാക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പിന്നെ വായിക്കുന്നു, സ്തോത്രം, ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയ്ക്ക് ചോറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവിടെ കാൽ ചിലമ്പുയുടെ അലങ്കാരം, അവിടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവ വസ്ത്രം, മേലാട, സാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. സ്തോത്രം. ഈ സൗന്ദര്യം ദൈവം തരുന്ന, നമ്മളായിട്ട് അതിന് കൂടുതൽ സൗന്ദര്യം വരുത്താൻ നോക്കുമ്പം അത് പാപമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലേ? ദൈവത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ആ ദിവ്യ സൗന്ദര്യത്തോടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ആദമിനെ ഹവ്വയും ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. പക്ഷെ അവർ പാപം ചെയ്തപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി. കൽപ്പന ലംഘനം പാപം. അവർ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടത് കൊണ്ട് അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നി. എന്നാൽ രണ്ടാമതാകുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ദൈവപുത്രൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. പാപം ഒഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ദൈവം നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ആ യേശുവിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്.
ക്രൂശിലെ മരണത്തോടും അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആ യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് സാദൃശ്യമായിട്ടാണ് നാം സ്നാനപ്പെടുന്നത്. പാപസംബന്ധമായി മരിച്ച പൊന്നമ്മ വെള്ളമാന്ന് കല്ലറി കുഴിച്ചിടുന്നു. ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനാണ്. ഇതുപോലെ നമ്മളൊക്കെ കാലാകാലങ്ങളിൽ സ്നാനപ്പെട്ട ദൈവമക്കളാണ്. സ്നാനത്താൽ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആദാം നഷ്ടപ്പെടുത്തിയ തേജസ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആരും ആവരണം ഇടാത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സൗന്ദര്യമുണ്ട്. ഏത് സൗന്ദര്യ? ദിവ്യ സൗന്ദര്യം. അപ്പൊ ഈ പറഞ്ഞ സൗന്ദര്യമൊന്നും അല്ല, ഈ പറഞ്ഞ മേക്കപ്പുകളൊന്നും അല്ല, ദൈവം തന്ന ദിവ്യ സൗന്ദര്യം. പ്രൈസ് ദി ലോർഡ്. അത് ആർക്ക് കിട്ടും? അനുസരിക്കുന്നവർക്ക് കിട്ടും. ദൈവകൽപ്പന അനുസരിക്കുന്നവർക്കാ. സ്നാനത്താന്ന് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അല്ലേ? സ്തോത്രം. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് നാം കർത്താവിനെ പോലെ ആകണമെന്ന്. ദൈവത്തിന്റെ യോഗ്യത വിശുദ്ധി. വിശുദ്ധി അവന്റെ ആലയത്തിന് ഉചിതം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. അങ്ങനെയെങ്കിൽ നേരോടെ ദൈവത്തെ സ്തുതിച്ച് വിശുദ്ധി ദൈവത്തെ ആരാധിച്ച് ദൈവഭയത്തിൽ ഭക്തി ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വേഗത്തിൽ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കറ, വാട്ടം, ചുളുക്കം, മാലിന്യം ഒന്നുമില്ലാത്ത സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി വേണം നാം ഒരുങ്ങാൻ. എപ്പോഴും അതായിരിക്കണം നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് പറയുന്നത്, നാം ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. പിന്നെ എല്ലാവരും ചോദിക്കും, പിന്നെ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാന്ന്? എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞാനൊരു സാക്ഷ്യം പറയാം. എൻ്റെ ജീവിത അനുഭവത്തിൽ കഴിഞ്ഞ് 10 മിനിറ്റ് കൂടെ ഉള്ളു. അതുകൊണ്ട് പെട്ടെന്ന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്തുക. സ്തോത്രം. അപ്പം ലോകത്തിൽ ഒന്നും വേണ്ട, ലോകത്തിലേതൊന്നും നിലനിൽക്കുന്നതല്ലെന്ന് ചെറിയ പ്രായത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ചു. 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടപ്പോഴേ ദൈവം എനിക്ക് തന്ന ദർശനവും കാഴ്ചപ്പാടും അബ്രഹാം. 12ാമത്തെ വയസ്സിൽ ദൈവം എന്നോട് സംസാരിച്ചൊരു വചനമാണ് ഉൽപ്പത്തി 12ാം അധ്യായം. യഹോവ പിന്നെയും അള്ളിച്ചതെന്തെന്നാൽ, സ്തോത്രം, ദൈവം അബ്രഹാമിനെ അള്ളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെ ചാർച്ചക്കാരി പിതൃഭവനത്തെ വിട്ട് പുറപ്പെട്ടു ഞാൻ നിന്നെ കാണിപ്പാലിക്കുന്ന ദേശത്തേക്ക് പോവുക. വിശ്വാസത്താൽ അബ്രഹാം യാത്ര ചെയ്തു. എന്നോട് ദൈവം ഈ വചനം സംസാരിച്ചു. കൃപയാൽ അങ്ങനെ തന്നെ ഇറങ്ങിത്തിരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തെ കണ്ടു, കേട്ടു, അനുഭവിച്ചു അറിഞ്ഞൊരു വ്യക്തിയാ കൃപയാൽ. അതുകൊണ്ട് സ്തോത്രം. ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും എല്ലാം വിട്ടു പുറപ്പെട്ടു കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വചനം ദൈവം എന്നോട് ഇടപെട്ടു. കൃപയാൽ അന്ന് മുതൽ ഇന്ന് വരെയും ആ വിശ്വാസത്തിൽ തന്നെ, ദൈവീയ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കൃപ 62 വയസ്സായെന്ന്. ഇന്ന് വരെ ഒരു മരുന്നിലോ വൈദ്യന്മാരിലോ ആശ്രയിക്കാതെ ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ക്രിസ്തലോ. എനിക്ക് 5 മക്കളെ ദൈവം തന്നു. ഒരു കുഞ്ഞ് മരിച്ചുപോയി, ബാക്കി 4 മക്കളുണ്ട് ഇപ്പം. സ്തോത്രം. ആ കുഞ്ഞ് മരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബാക്കി 4 കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിൽ മൂത്ത മോളാണ് അച്ചാമോള്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പോകുമ്പോൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ആത്മാർത്ഥതയോടെ, വിശ്വാസത്തോടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഭൗതികമായ ഒരു വിഷയത്തിലും ഭാരപ്പെടേണ്ട വരത്തില്ല. അതുകൊണ്ട് ഒറ്റ വാക്ക് ഞാൻ പറയുക, ആ പ്രാർത്ഥനയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് തരണം, അല്ലേ? യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രാധാന്യത നോക്കിക്കേ. ആദ്യമേ തന്നെ യേശു ആ പ്രാർത്ഥനയിൽ പറയുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചാണ്. യേശുവിന്റെ പ്രാർത്ഥനയുടെ മെയിൻ വിഷയം ആത്മീയ, സ്വർഗരാജ്യ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അത് അത്രയും കാര്യം ആത്മീയമാണ്. അടുത്ത വാക്ക്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം അഥവാ അപ്പം ഇന്ന് തരണമേ. ആ അപ്പം എന്ന വാക്കിനകത്ത് ഭൗതികമായി മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം ആ അപ്പത്തിനകത്തുണ്ട്. അല്ല, അപ്പം എന്ന് പറഞ്ഞ ഭക്ഷണം മാത്രമല്ല. സ്തോത്രം.
അപ്പം എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം, വെള്ളം, വസ്ത്രം, വീട്, തലമുറ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി എല്ലാം അതിനകത്തുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ അപ്പം തരണമേ എന്ന് പറയുന്നതിനകത്തുള്ളതായി ഭൗതികമല്ല. അപ്പൊ ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കും, അവൻ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. നമുക്കറിയാമല്ലോ, ആദമിനെ ഹവ്വയും ദൈവം സൃഷ്ടിച്ച് ഏദൻതോട്ടത്തിലാക്കുമ്പോൾ ആദമിനെ ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുൻപേ അവന് വേണ്ടതെല്ലാം ദൈവം സൃഷ്ടിച്ചു. ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. ക്രൈസ്തലൻ ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ, സമുദ്രങ്ങൾ, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, എല്ലാം, സമുദ്രത്തിലെ സകല ജീവികളും എല്ലാ വാക്കേല, ഒറ്റ വാക്കേല സൃഷ്ടിച്ചു. ആ ദൈവത്തെ കൃപയെ കണ്ടതുകൊണ്ട്, ആ വചനമൊക്കെ ഞാൻ വിശ്വസിച്ച് കൃപയാൽ ഇറങ്ങിയത് കൊണ്ട് ഞാൻ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, വിവാഹം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ ആളാ സമയമില്ലല്ലോ പറയാൻ, എങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ 5 സെന്റ് സ്ഥലമോ സ്വന്തം വീടോ വസ്തുവോ പിന്നെ പേർഷ്യയിലോ അമേരിക്കയിലോ സപ്പോർട്ടിനാളോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയെ എനിക്ക് തരണം. കാരണം പേർഷ്യയിലും അമേരിക്കയിലും സപ്പോർട്ടിന് ആളുണ്ടെങ്കിൽ, അളിയനും പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യം വരുമ്പോൾ അവരോട് പറയും. യേശു മാത്രമുള്ളെങ്കിൽ യേശുവിനോട് മാത്രം പറയും. അവിടെ ഈ ഭൂമിയിൽ 5 സെന്റ് സ്ഥലമോ സ്വന്തം വീടോ ഒന്നും ഇല്ലാത്ത ഒരാൾ, തിസ്ബീനായ ഏലിയാവിനെ പോലെ കേരീത്തോടിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞ അവിടെ പോണം. സാരഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയി പാർക്കാൻ പറഞ്ഞാൽ അവിടെ പോണം. ദൈവ ശബ്ദത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പാപപ്പെട്ട ദൈവദാസനെ എനിക്ക് തന്നാൽ ഞാൻ വിവാഹത്തിന് സമ്മതിക്കാമെന്നു. ദൈവം എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞതുകൊണ്ടായി പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ കാണിച്ചു. വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് വെളുത്ത് മെലിഞ്ഞ് അസ്ഥി തൊലിയുള്ള ഒരു മനുഷ്യനെ ദൈവം കാണിച്ചു. സ്തോത്രം. പേരും ഒന്നും അഡ്രസ്സും ഒന്നുമില്ല, വേഷമുണ്ട്, വെള്ളമുണ്ടും വെള്ള ഷർട്ടും, വെളുത്ത് മെലിഞ്ഞ് അസ്ഥിയും തൊലിയായിട്ടിരിക്കുന്ന ഒരാൾ. ദൈവം എന്നെ കാണിച്ച രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ ആളിനെ തന്നെ ദൈവം എനിക്ക് തന്നു. സ്തോത്രം. എന്തിനാ അങ്ങനെ ചോദിച്ചെന്നറിയാമോ? എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സഭക്കാർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തെ കല്യാണം കഴിച്ചത്. കാരണം എൻ്റെ മൂത്ത ആങ്ങളെ പറഞ്ഞു, തൂമ്പ എടുക്കാൻ പോലും ആരോഗ്യമില്ല, തൂമ്പ എടുത്ത് കളയ്ക്കണ്ട, ഒരു കുടുംബത്തെ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അവൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള ഭർത്താവിൻ്റെ കടമയാണ്. അപ്പൊ തൂമ്പ എടുത്ത് കളയ്ക്കാനുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യനാണ്. കളയ്ക്കണ്ട, അവൻ തൂമ്പ എടുക്കാൻ പോലും ആരോഗ്യമില്ല, അത്രയ്ക്ക് മെലിഞ്ഞ് അസ്ഥിയും തൊലിയായിട്ടിരിക്കുന്നു. എങ്ങനെ കല്യാണം? അതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. വസ്തുവില്ല, വീടില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരാളെ ലോകപരമായിട്ട് നോക്കി ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ദൈവം എനിക്കെന്ന ദർശനം എന്തെന്നറിയാമോ? സ്തോത്രം. വിശ്വാസം പഠിക്കുവാൻ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കണമെങ്കിൽ ലോകത്തിൽ ഒന്നും ഇല്ലെങ്കിലേ പറ്റൂ. ലോകത്തിൽ എന്തെങ്കിലും വിശ്വാസം വരികയില്ല. വരുമോ? സ്തോത്രം. മഴയില്ലാതിരിക്കുമ്പോൾ മഴയുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഈ കല്യാണം ആലോചിച്ച്, കല്യാണം ദൈവത്തിന്റെ കൃപയെ നടന്നു. ഞാൻ എൻ്റെ ഫാദറിന് അരമണിക്കൂറും കൂടെ സമയമുണ്ട് കേട്ടോ. 11 മണി വരെ ഉണ്ട്. ഇപ്പം 11:28 ആയിട്ടുള്ളൂ. അരമണിക്കൂറിന്റെ എടുത്തോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നാ ഞാൻ ആ സാക്ഷി ഒന്ന് ജോയിന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഏതായാലും കല്യാണം ആലോചന വന്നു. എനിക്ക് വന്നതെല്ലാം നല്ല ഹൈ ലെവൽ ആൾക്കാരാകുന്നവരെല്ലാം, പാർട്ട് ടൈം വേലക്കാരൻ, 50 സെന്റ് സ്ഥലവും വാർക്ക കെട്ടിടവും പാർട്ട് ടൈം സുവിശേഷകനുമായിരിക്കുന്ന ഒരാൾ വന്ന് കണ്ടു. അതോ എന്നേക്കാൾ വിദ്യാഭ്യാസം, സൗന്ദര്യം, കഴിവ്, യോഗ്യത എല്ലാം ഉള്ള ഒരു മനുഷ്യൻ, പാൻറ്റും ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് വന്നു. എന്നെ ദൈവം കാണിച്ചത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും വെളുത്ത് മെലിഞ്ഞ ഒരു ഉപദേശിയെ ദൈവം കാണിച്ചു തന്നപ്പോൾ എന്നെ കാണാൻ വന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങളുടെ സഭക്കാർക്കെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു, പാസ്റ്റർക്ക് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, കണ്ടോ പൊന്നമ്മയ്ക്ക് വേണ്ടി ദൈവം കാര്യം. തന്നെയല്ല, അദ്ദേഹം വന്നപ്പോഴേ പറഞ്ഞു, എനിക്ക് സീതനവും വേണ്ട, ഒന്നും വേണ്ട, ദൈവകൃപയുടെ ഒരു പെണ്ണിനെ മതി. അങ്ങനെ പറഞ്ഞ് ഞാൻ ആരാണ്ട് ഇത് ആലോചിച്ച് കൊണ്ട് തന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടതുകൊണ്ട് എനിക്ക് വീട്ടിൽ നിന്നൊന്നും തരത്തില്ലെന്നറിയാം. അതുകൊണ്ട് സ്തോത്രം. അപ്പൊ ഈ ആലോചന വന്നപ്പോൾ ഇത് ദൈവം കൊണ്ടുവന്നാണ്. ഇത്രയും നല്ല ആലോചന ഇനി വരാനും പോണില്ല, അതുപോലത്തെ നല്ല ആലോചന എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് സമ്മതിച്ചു. പക്ഷെ ഞാൻ കർത്താവിന്റെ കൃപയെ 21 ദിവസം ഉപവാസമായിരുന്നു, സഭയായിട്ട് ഉപവാസമായിരുന്നു.
ആ 21 ഉപവാസത്തിന് 3-ാം ദിവസമായി കല്യാണാലോചന വന്നു. അപ്പം പാസ്റ്റർക്കും സഭക്കാർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. പൊന്നമേ ദൈവം അനുഗ്രഹിച്ചു. കാരണം എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ച ഒരു കൊച്ചുമായി. എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ നിൽക്കുക, എനിക്ക് കല്യാണം വേണ്ട. കാരണം എൻ്റെ ആഗ്രഹം, ഞാൻ രക്തസാക്ഷിയാകണമെന്ന് എൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ ജീവൻ തന്ന് കർത്താവ് എന്നെ സ്നേഹിച്ചതുകൊണ്ട് എൻ്റെ ജീവൻ ഞാൻ കർത്താവിന് കൊടുക്കുന്നു തീരുമാനിച്ചത് കൊണ്ട്, അതുകൊണ്ടാണ് കൃപയാ മരുന്നും ചെയ്യാത്ത കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ കർത്താവിനോട് ജീവൻ കൊടുക്കാൻ ഇറങ്ങിയ ആ അനുഭവം ആയതുകൊണ്ട് സ്തോത്രം, കല്യാണം കഴിക്കാൻ പോയാൽ പിന്നെ ഭർത്താവിനെ പ്രസാദിപ്പിക്കണം, പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി അവരെ പ്രസാദിപ്പിക്കണം, പിന്നെ ഞാൻ മരിച്ചാൽ അവർക്കെല്ലാം ഭയങ്കര സങ്കടമാവും. അതുകൊണ്ട് കല്യാണം കഴിക്കാതിരുന്നേക്കാൾ കന്യായിരുന്ന് കർത്താവിനെ പ്രസാദിപ്പിച്ച് രക്തസാക്ഷിയായി സ്വർഗത്തിലെത്താവല്ലോ എന്നാണ് വിചാരിച്ചത്. ഞാൻ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ചോളാം ഞാൻ പറഞ്ഞു. കാരണം രണ്ടുപേരുടെ നിൽക്കുന്നതാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും വിഷമമാണല്ലോ. അതുകൊണ്ട് സ്തോത്രം, അങ്ങനെ അനിയത്തെ കല്യാണം കഴിച്ച ഒരു കൊച്ചുമായി. പിന്നെ എല്ലാവരും കൂടി കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചെങ്കിലും ഞാൻ ആ നിർബന്ധത്തിനൊന്നും വഴങ്ങാതിരുന്നപ്പോൾ ദൈവം തന്നെ ഒരു ദൈവദാസി കൂടെ പറഞ്ഞു ഈ ആലോചന. ഏതാ? ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ളത് നിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടമോ നീ കുടുംബസ്ഥയായിരുന്ന് ദൈവവേല ചെയ്യണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവഹിതപ്രകാരം ഒരു ഭാവി ക്രമേണം നിനക്ക് തരും എന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ നിനക്ക് വീട് പ്രതികൂലവും സഭ നിനക്ക് അനുകൂലമാണ്. അല്പം കഴിയുമ്പോൾ വീട് സഭയിൽ നിനക്ക് പ്രതികൂലമായി വരും. അന്ന് നീ വിവാഹത്തിന് ആഗ്രഹിക്കും, അന്ന് നടക്കത്തില്ല. എന്നാൽ ഇന്ന് നിന്റെ സ്വന്തം ഇഷ്ടം മാറി ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവഹിതപ്രകാരം ഒരു ഭാവി ക്രമേണം നിനക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ദൈവത്തോട് ഈ വാക്ക് പറഞ്ഞു, ഏതാ കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ, 5 സെന്റ് സ്ഥലവും വീടും ഒന്നും ഇല്ലാത്ത ഒരാൾ വേണമെന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പോൾ കാണിച്ചു തന്ന വ്യക്തി ദൈവത്തിന്റെ സമയത്ത് കാണുവാനും സഭയിൽ കർത്താവിന്റെ ദാസനെ പരിചയപ്പെട്ടു, അവിടെ വരുവാനും, അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഇദ്ദേഹത്തിന്റെ അമ്മാച്ചനോടെ വന്നാണ് എന്നെ കണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ വിവാഹം നടക്കുവാനിടയായി. എന്നാൽ വിവാഹത്തിന് മുമ്പ് ഇവര് പോയി വീടും ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് 8 മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു പോയതാണ്. 8 മാസം പ്രായമുള്ളപ്പോൾ ഫാദർ മരിച്ചത് കൊണ്ട് അവര് അപ്പൻ വീട്ടിൽ നിന്ന് നേരെ അമ്മ വീട്ടിൽ വന്ന് താമസിച്ചു. അമ്മച്ചി 2 മക്കളുമായിട്ട് വന്ന് അവിടെ താമസിച്ച് അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ, അതുകൊണ്ട് ഇവർക്ക് വസ്തു വീടൊന്നുമില്ല. പിന്നെ ഇവർക്ക് 7 സെന്റ് സ്ഥലം സീതനം കൊടുത്തു. അത് അവര് IPC സഭയ്ക്ക്, അന്ന് അരിപ്പുറമുള്ള ദൈവസഭയ്ക്ക് കൊടുത്തു. പിന്നെ താഴെ ഒരു 7 സെന്റ് സ്ഥലം അവര് പിതാവ് കൊടുത്തു. അവിടെ ആ സ്ഥലത്ത് ഇപ്പൊ ചേട്ടനൊക്കെ വീട് വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാല് കർത്താവ് എന്നോട് പറഞ്ഞത് ഒന്നും ഇല്ലാത്തൊരാൾ മതി ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ, ദൈവം ആ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ കാണിച്ചു തന്ന വ്യക്തി വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവഹിതമാണ്. പക്ഷെ വീട്ടുകാർ നോക്കുന്നത് മറ്റ് ചുറ്റുപാടുകളായതുകൊണ്ട്, സഭക്കാരും ഒക്കെ നോക്കുന്നത് വേറെ നല്ല നല്ല ചുറ്റുപാടുകൾ നോക്കുന്നത് കൊണ്ട് ആരും ഈ വിവാഹത്തിന് താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പോയ കാര്യം എന്തായെന്ന്. ഉടനെ എൻ്റെ ഫാദർ പറഞ്ഞു, അവർക്ക് അപ്പനില്ല, വസ്തുവില്ല, വീടില്ല, ചെറുക്കൻ ആരോഗ്യമില്ല, ഒന്നുമില്ല. പിന്നെ ഇന്ന് അമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പുറത്താ എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു മോളെ അവിടെ കൊണ്ട് കെട്ടിക്കാൻ താല്പര്യപ്പെടുവോ? അതുകൊണ്ട് എൻ്റെ ഫാദറൊക്കെ ഇത് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചവർ വന്നു. എന്നാൽ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാട് ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ ഫാദറിനോട് ഒരു വാക്ക് പറഞ്ഞു, ഒന്നുമില്ലായ്മ പറഞ്ഞ് ഈ വിവാഹം മാറ്റിവിടണ്ട. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ വിളിച്ച് വരുത്തിയ ദൈവത്തെയാണ് ഞാൻ സേവിപ്പാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ഈ ഒന്നുമില്ലാത്ത അവസ്ഥ മാറ്റി എനിക്ക് എല്ലാം തരാൻ ദൈവം ശക്തനാണ്. പിന്നെ എല്ലാം ഉള്ളോടത്ത് എൻ്റെ അപ്പം കൊണ്ടേ കെട്ടിച്ചാൽ അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ വരുത്താൻ ഈ ദൈവത്തിന് കഴിയും. വയനാട് ഇപ്പൊ കണ്ടില്ലേ, അവിടെ വല്ലതും ഉണ്ടോ? നിമിഷ നേരം കൊണ്ടല്ലേ പോയത്. ഒരു സുനാമി വന്നപ്പോൾ എത്ര കോടീശ്വരന്മാർ പാപ്പരായി. ഇതൊക്കെ ദൈവത്തിന്റെ പരിപാടിയാ. സ്വതന്ത്രം. അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതും ദൈവമാ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വിവാഹം മാറ്റിവിടണ്ട. ഒന്നുമില്ലാമിന് സകലത്തെ സൃഷ്ടിച്ച ദൈവം എനിക്ക് എല്ലാം തരാൻ ശക്തനാണ്. സ്വതന്ത്രം. അപ്പൊ എല്ലാം ഉള്ളോടത്ത് കൊണ്ട് കെട്ടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥ വരുത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ വിവാഹത്തിന് നിങ്ങൾ സമ്മതിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിവാഹം നടന്നത്. ദൈവത്തിന്റെ സ്വതകൃപയാൽ ഇന്ന് വരെ. അപ്പൊ അവിടെ എൻ്റെ ഫാദർ പറഞ്ഞു, നിനക്ക് അത് മതിയെങ്കിൽ ഞങ്ങൾ നടത്തിത്തരാം, പക്ഷെ ഒരു കാര്യമില്ല, കല്യാണം കഴിഞ്ഞ്
2 ദിവസം കഴിയുമ്പം കപ്പയില്ല, തേങ്ങ ഇല്ല, അരിയില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ്. ഇന്ന് വരെ എൻ്റെ ഇല്ലായ്മ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ടില്ല. സ്തോത്രം. കർത്താവ് കൃപയാൽ ഇന്ന് വരെ ജയത്തോടെ നടത്തി. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ദൈവം തന്ന തലമുറകൾ വിശ്വാസം പഠിച്ചു. എൻ്റെ അച്ഛൻ്റെ സാക്ഷിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതാ പറയാനുള്ള സാക്ഷ്യം. സ്തോത്രം. ദൈവം അവരെ നടത്തി. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പഠിച്ചു. ഇവിടെ ഈ മീറ്റിങ്ങിൽ സുവിശേഷ വേലക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ മക്കളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ഞാനൊരു വാക്ക് പറയാം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു, ഞാൻ അന്നും ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, ഇന്നും ബൈബിൾ സ്കൂളിൽ ഒന്നും പോയിട്ടില്ല കേട്ടോ. കർത്താവ് പഠിപ്പിച്ചത് ജീവിത അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, സുവിശേഷ വേലയെന്ന് ആരെങ്കിലും സുവിശേഷ വേലക്കാരാണെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന്റെ കാര്യം വേറൊന്നുമല്ല, ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ വേല സുവിശേഷ വേലയാണ്. ലോകത്തിന്റെ മുമ്പിൽ സുവിശേഷ വേല എന്ന് പറയുമ്പോൾ ലോകത്തിന് അവരൊരു വിലയില്ല. പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വിലയുള്ള കാര്യം. അതിന്റെ കാരണം സ്വതന്ത്രം. ഞാൻ എല്ലാവരെയും പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്ക് നിങ്ങളോടുമായിട്ടും പറയാം. ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ഉത്തരവാദിയായിരിക്കുന്നത് അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പട്ടാളക്കാര് ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടി അല്ലേ? ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ യുദ്ധം ചെയ്യുന്നു. അപ്പം ഇന്ത്യ ഗവൺമെന്റ് ആണ് ആരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്? ഈ പട്ടാളക്കാരുടെ കാര്യത്തിൽ. ഇത് തന്നെ സ്വർഗീയ ഗവൺമെന്റ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വേലക്കാരെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി പ്ലാനും പ്രയസ്തല്ലോ. അവരെ സംരക്ഷണം ചെയ്യുവാൻ, അവരുടെ തലമുറയെ അനുഗ്രഹിപ്പാൻ, അവർക്ക് വേണ്ടത് കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കണ്ട. നമ്മൾ കിട്ടുന്നൊക്കെ കർത്താവിനെ കൊടുത്തോണ്ടാൽ മതി. നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, ദൈവം തരുന്ന നന്മ എല്ലാം ദൈവത്തിനും കൊടുത്തോണ്ടാൽ മതി. ദൈവം കടക്കാരനല്ല. സ്തോത്രം. നമ്മൾ ഒരു പറ നെല്ല വിതച്ചതെങ്കിൽ ഒരു പറയാണോ കൊയ്യുന്നത്? അല്ല, അല്ലേ? നമ്മൾ വിതച്ചത് ഒരു പറയേ ഉള്ളെങ്കിലും കൊയ്യുമ്പോഴോ അത് 30ഉം അല്ലേ 50ഉം 100ഉം ഒക്കെയാ. ക്രൈസ്തല്ല, ഓരോന്നിന്റെ അനുസരിച്ച അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിന്റെ വേല ചെയ്താൽ മതി. ദ്രവ്യാഗ്രഹത്തിന് ചിന്ത വേണ്ട. നാളെ എന്താവും നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ തലമുറ എന്താവും നമ്മളെ ഓർക്കണ്ട. തലമുറ തന്ന ആരാ? ദൈവമല്ലേ? സ്തോത്രം. എൻ്റെ ജീവിത അനുഭവം പറയാൻ പോയ ഒത്തിരി ഉണ്ട്. പറഞ്ഞാലൊന്നും തീരത്തില്ല. അതുപോലെ ഉണ്ട്. ഞാൻ ഇറങ്ങി തിരിച്ച് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സന്ദർഭത്തിൽ സ്തോത്രം, വിശ്വാസത്തിൽ വന്നതിന് മൺറാട്ട് പള്ളിയിൽ നിന്ന് ഭയങ്കര പ്രതികൂലം ഉണ്ടായി. പള്ളിയിലെ അച്ഛനും എബ്രാസാറും പിന്മാറ്റത്തിൽ പോയ ഒരാളെ അവർ എഴുത്തയച്ച് വരുത്തി. അങ്ങനെയെല്ലാം വരുത്തിയിട്ട് അവരുടെ കൂടി പറഞ്ഞു, നീ ആഭരണം ഇടാൻ നിനക്ക് ഇഷ്ടമില്ലേ, നീ ഇടണ്ട, സ്നാനപ്പെട്ടത് ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ നീ പള്ളി വിട്ടു പോകാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്ത് കെട്ടുറായ ഒരു പെങ്കൊച്ച്, ചില പിടിക്കിരി പിടിച്ചൊരു പെങ്കൊച്ച് സമുദായം വിട്ട്, വീട്ടുകാരെ വിട്ട്, നാട്ടുകാരെ വിട്ട്, സമുദായക്കാരെ എല്ലാം വിട്ട് പള്ളിയൊക്കെ വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ഷേപകരമായ നാണം കെട്ട ഒരു കാര്യം അവരുടെ ദൃഷ്ടിയിൽ. നമുക്കത് മാന്യതയാ അവർക്ക്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് എങ്ങനെയും എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിനൊന്നും ഞാൻ വഴങ്ങാതെ വന്നപ്പോൾ അവരൊത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനും വളരെ ഗൗരവത്തോടെ തന്നെ അവർ കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നാൽ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ അവരോട് പറഞ്ഞു, ഇവർ വന്നിട്ട് ഉദ്ദേശം എന്നാന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം ദൈവസേന തീരുമാനം എടുത്തതുപോലെ ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ തീരുമാനത്തിൽ നിങ്ങൾ ആരെല്ലാം എന്നെ എന്തെല്ലാം ഉപദേശിച്ചാലും ഒരണുപെട പോലും ഞാൻ മാറത്തില്ല. ജീവനെങ്കിൽ ജീവൻ, മരണമെങ്കിൽ മരണം. ക്രൈസ്തല്ലോ ആ തീരുമാനം എടുത്തു. അപ്പം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞു. ഇച്ചിരിയേലും ദൈവഭയമുള്ളവരാണെങ്കിൽ ഓർക്കും, എന്നാ അവള് ദൈവത്തിന് വേണ്ടിയല്ലേ, എന്നാ നമ്മൾ അവളെ ഉപദ്രവിക്കേണ്ടെന്ന് ഓർത്തങ്ങ് പോകും. പക്ഷെ ഇവര് എൻ്റെ ഫാദറിനെയും എൻ്റെ പേരൻസിനെ അവർ ഒത്തിരി വിഷമിപ്പിച്ചിട്ട് എൻ്റെ ഫാദറിന് ദേഷ്യം വരുന്ന രീതിയിൽ അവർ സംസാരിച്ചു. അപ്പം
അവരുടെ വാക്ക് കേട്ട് എൻ്റെ പിതാവ് ഓടി വന്ന് നിന്നടത്ത് നിന്ന് ഓടി വന്ന് എൻ്റെ ചെകിട്ടിനിട്ട് അടിച്ചു. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ആളാണ്. ഒറ്റയടി അടി കിട്ടുകഴിഞ്ഞ സ്തോത്രം എന്ന് പറഞ്ഞു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നന്ദിയുള്ള സ്തോത്രമുണ്ടെങ്കിൽ വായിൽ നിന്ന് അതേ വരുള്ളൂ. ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതാ വായിക്കൂടെ വരുന്നത്. അപ്പൊ അടി കിട്ടുമ്പോൾ എന്നാ പറയണം? സ്തോത്രം പറയണം. കഷ്ടതയ്ക്കായി സ്തോത്രം പറയണം. അവിടെയാ കഷ്ടത മാറുന്നത് കേട്ടോ. നമുക്ക് കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ എല്ലാം കർത്താവിനെ ധ്യാനിക്കണം. യേശു അനുഭവിച്ച കഷ്ടതയെ ഓർക്കണം. അപ്പൊ യേശു നമുക്ക് വേണ്ടി എന്തുമാത്രം അടി കൊണ്ടു. നമ്മുടെ ഈ ഒരടി കൊണ്ട് നമുക്കത് വലിയ കാര്യമാണ്. സ്വതന്ത്രം ഒരു കാര്യമില്ല. സ്വതന്ത്രം യേശു എന്തുമാത്രം അടി കൊണ്ട് അവരെ പുറം ഉഴവിയാല് പോലെ കീറിയെന്ന. ആർക്ക് വേണ്ടി? നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി. ദൈവമക്കളെ, ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. യേശു കാൽവരി കുരിശിൽ മരിക്കുമ്പോൾ പാപത്തിന്, ശാപത്തിന്, രോഗത്തിനും പരിഹാരം വരുത്താനാന്ന് ഞാൻ പറയും. പാപം, മനുഷ്യന്റെ മുഴുവൻ പാപത്തെയും ചുമന്നു യേശു. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പരിചയപ്പെടുന്നത് അങ്ങനെ. അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിക്കുക. എന്നാൽ യേശു എന്തിനാ ശാപമരണമേറ്റത്? നമ്മുടെ ശാപത്തെ വഹിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആ ശാപം യേശു ഏറ്റു. എന്തിനു വേണ്ടിയാ? നമ്മെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, രോഗത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി അവന്റെ പുറമുഴ വിടുവിയാല് വലക്കിയത്. യേശുവിനെ ഇടത്തും വലത്തും 2 കള്ളന്മാരെ ക്രൂശിച്ചതായി നാം തിരുവെഴുത്തിൽ പഠിക്കുന്നുണ്ട്. അവരെ അടിച്ചില്ലല്ലോ. കാരണം നിയമം അടിക്കുന്നവനെ അടി ഏറ്റുകഴിഞ്ഞാൽ പിന്നെ അവന് ക്രൂശീകരണം ഇല്ല. ക്രൂശീകരിക്കാൻ ഒരുത്തനെ വിധിച്ചാൽ അവൻ അടിയില്ല. എന്നാൽ എൻ്റെ യേശു എന്തിനാണ് അടി കൊണ്ടത്? പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കാൻ ആഗ്രഹിച്ചില്ല, അടിച്ചിട്ട് വിടാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മാനവജാതി അനുഭവിക്കുന്ന സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാനാണ് യേശു കാൽവറിയിൽ സൗഖ്യം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാനവയാതന മുഴുവൻ രോഗത്തെ യേശു വഹിച്ചു. മാനവയാതന മുഴുവൻ വേദന യേശു വഹിച്ചു. അപ്പൊ സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ, ഒരു രോഗമല്ല, സകല രോഗങ്ങളെ ഇനി കണ്ടുപിടിക്കാൻ പോണ രോഗത്തിനും കൂടിയാ. പ്രൈസ് ദി ലോർഡ്. പല രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലേ? ഇനി ഓരോ വർഷം പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക, ഇനി കൂടിക്കൊണ്ടിരിക്കേ ഉള്ളൂ. പക്ഷെ ദൈവമക്കൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊക്കെ ഇതൊന്നും കണ്ട് ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവ് ഇന്ന് നമുക്കായി ജീവിക്കും. ആ രോഗസൗഖ്യം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നും സൗഖ്യമുണ്ട്. ഡോക്ടർമാരൊക്കെ ഉപേക്ഷിക്കുന്ന കേസ് കർത്താവ് വിടിവിക്കുന്നു. മനുഷ്യനല്ല, പ്രത്യേകിച്ച് പണ്ടൊക്കെ ദൈവമക്കളൊന്നും ഹോസ്പിറ്റലിൽ പോകത്തില്ല. ഇപ്പൊ അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. കാലം മാറി എന്നൊക്കെ പറഞ്ഞേ. കാലം മാറിയാലും പ്രമാണത്തിന് മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പിണരുകളാ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സൗഖ്യം വരും എന്ന് അല്ല, സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം ഡിപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? വിശ്വാസത്തെ പ്രാപിച്ചാൽ മതി. ഇപ്പൊ 10 ലക്ഷം രൂപ ബാങ്കിലുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നമുക്ക് ആവശ്യം വന്നെങ്കിൽ അവിടെ ഇവിടെ നടന്ന് കരഞ്ഞും പറഞ്ഞ അവിടെ ഇവിടെ എല്ലാം പോകേണ്ട കാര്യമുണ്ടോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? ബാങ്കിൽ 10 ലക്ഷം കിടപ്പുണ്ട്, ചെന്നെടുത്താൽ മതി. അതിനെന്നാ ചെയ്യണം? അവിടെ ചെന്ന് ചെക്ക് ഒപ്പിട്ട് കൊടുത്താൽ അത് കിട്ടും. ഇതുപോലെ തന്നെ സൗഖ്യം. മനസ്സിലായോ? മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞു. സൗഖ്യം എങ്ങനെ നമുക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റും? യേശു ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക നമുക്ക് വേണ്ടി സൗഖ്യം. ഇനി നീ രോഗം ചുമന്നോട് നടക്കട്ടെന്ന്. അതുപോലെ തന്നെ ദൈവമക്കളെ, രോഗത്തിന് ചികിത്സ ഭരിക്കുമായിരിക്കാം, പക്ഷേ
രോഗബന്ധനത്തിന് ചികിത്സ വലിക്കുമോ? ഒരിക്കലും ഇല്ല. അതിനൊരു തെളിവാണല്ലോ 18 വർഷം കൂനിയായവൾ. അതിനൊരു തെളിവാണല്ലോ 12 വർഷം രക്തസ്രവക്കാരിയായി. രക്തസ്രവക്കാരത്തെ കുറിച്ച് പറയുമ്പോഴാണ് അപ്പൊ കൂനിയായ സ്ത്രീയോട് യേശു പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം ഞാൻ അഴിച്ചു. അപ്പൊ അത് രോഗബന്ധനമാണ്, രോഗമല്ല, രോഗബന്ധനമാണ്. രോഗബന്ധനത്തിന് ചികിത്സയില്ല. എന്നാൽ ആ രോഗബന്ധനത്തെ എന്റെ യേശു അഴിച്ചു. അവിടെ കൂന് മാറി അവൾ നിവർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി. രക്തസ്രവക്കാരത്തെ കുറിച്ച് ചിന്തിച്ച 12 വർഷമായി. അവൾ ഇഞ്ചിഞ്ചായി 12 വർഷം കൊണ്ട് ഇഞ്ചിഞ്ചായി അവൾ മരിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം രക്തത്തിലാണ് ജീവൻ. രക്തത്തിലാണ് ജീവനെങ്കിൽ 12 വർഷം അവളുടെ രക്തസ്രവം കൊണ്ട് അവൾ ഇഞ്ചിഞ്ചായി മരിക്കുകയല്ലായിരുന്നു. അങ്ങനെ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന 12 വർഷം കൊണ്ട് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന രക്തസ്രവക്കാരത്തി വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടു. വസ്ത്രത്തിന് തൊങ്ങൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം യഹൂദ റബിമാർ ഒക്കെ ഇടുന്ന വസ്ത്രം, അതിനെന്തുണ്ട്? ആ വസ്ത്രത്തില് വിളിമ്പുകളുണ്ട്, റേന്തയുണ്ട്, അല്ലേ? അതേലെ തിരുവെഴുത്ത് എഴുതി, തിരുവചനം എഴുതിയിരിക്കുന്നത്. അവൾ ആ വചനത്തേല ചെന്ന് തൊട്ടത്. ടേസ്റ്റല്ല, അവൾ ആ വസ്ത്രത്തിന്റെ തൊങ്ങലേല തൊട്ടപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അവളിൽ സൗഖ്യമായി വെളിപ്പെട്ടു. അപ്പൊ ദൈവശക്തി ആരിലാ വെളിപ്പെടുന്നത്? വിശ്വസിക്കുന്നവർക്ക്. വിശ്വാസത്തോടെ രക്തസ്രവക്കാരത്തി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. തൊട്ട മാത്രയിൽ രക്തസ്രവം നിന്നു. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി സൗഖ്യമായി അവളിൽ വെളിപ്പെട്ടു. ആരിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവോ ആ യേശു ചോദിക്കുന്നു, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഒരാൾ എന്നെ തൊട്ടു. നോർത്ത് നോക്കിയേ, യേശുവിന്റെ കൂടെ 12 ശിഷ്യന്മാർ ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. അതിനപ്പുറം ആൾക്കാർ പുരുഷാരം തിങ്ങിക്കൊണ്ടുപോകും, തിരക്കിക്കൊണ്ടുപോകും. ഇത്രേ ആൾക്കാർ പോകുന്ന ഈ യാത്രയിൽ അവർക്ക് ആർക്കും സൗഖ്യം കിട്ടിയില്ല. ശിഷ്യന്മാർക്കും പുരുഷാരത്തിനും അല്ല സൗഖ്യം കിട്ടിയത്, ആ രക്തസ്രവക്കാരത്തിക്ക. എന്തുകൊണ്ടാ? അവിടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ തീർന്നു. അവള് 12 വർഷം കൊണ്ട് ഏറിയോന്ന് സഹിച്ചു എന്നാ, പല വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചെന്നാ. നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെയല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കുന്നത് ഈ ചെല്ലുന്ന രോഗിയെ കൊണ്ടാണ്, അല്ലേ? അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ പഠിപ്പിക്കുമ്പം രോഗികളെ ശുശ്രൂഷിച്ച് അവർ പഠിക്കുന്നത്. അപ്പൊ അവര് പഠിക്കുന്ന പിള്ളേരെല്ലാം വന്ന് ഈ രോഗിയെ എന്ത് ചെയ്യും? അവര് പഠിക്കും. അപ്പം ആ പല വൈദ്യന്മാരിൽ അങ്ങനെ തന്നെ കുറെ വേദന തിന്നും. പ്രൈസ് ദ ലോർഡ്. പിന്നെ അവിടുന്ന് സൗഖ്യം കിട്ടാമെന്ന് അടുത്ത ആശുപത്രി പോയി. ഇങ്ങനെ എല്ലാ ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് ഒത്തിരി വേദനയും കഷ്ടതയും സഹിച്ച ഒരു സ്ത്രീയായിരുന്നു. പല വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. സൗഖ്യമില്ലാതെ പരവശയായി തീർന്നു. കയ്യിലുള്ളത് തീർന്നു, പേഴ്സിലുള്ളത് തീർന്നു, ബാങ്കിലുള്ളത് തീർന്നു, വസ്തു വിറ്റ് ചികിത്സിച്ചു, സൗഖ്യമായില്ല. അങ്ങനെ ഭയപരവശയായവളാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. തൊട്ട മാത്രയിൽ രക്തസ്രവം നിന്നു, അവൾ സൗഖ്യം പ്രാപിച്ചു. ദൈവമക്കളെ, വചനത്തിലാ വിടുതൽ. സ്തോത്രം. വചനം അയച്ച് യേശു സൗഖ്യമാക്കും. അപ്പൊ നമ്മുടെ സൗഖ്യം ഡിപ്പോസിറ്റ് യേശു ചെയ്തിരിക്കുക ക്രൂശിൽ. നമ്മൾ എന്ത് ചെയ്താൽ മതി? വിശ്വാസത്താൽ ആ സൗഖ്യം ഏറ്റെടുത്താൽ മതി. എനിക്ക് അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. കൃപയാൽ ഈ 62 വയസ്സ് വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം സൂക്ഷിച്ചു. എൻ്റെ തലമുറകൾക്കും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ട്. കൃപയാ ദൈവം വിടുവിച്ചു. എനിക്കാണ് ആക്സിഡന്റ് തന്നെ, സ്കൂട്ടർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വരെ ഒരു മരുന്നിലോ വൈദ്യന്മാരോ ആശ്രയിക്കാതെ യേശു എന്നെ വിടുവിച്ചു. പ്രൈസ് ദ ലോർഡ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്ന നല്ലത്.
പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഓയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ബൈബിളിന്റെ മധ്യവാക്യം എന്നറിയപ്പെടുന്നത് തന്നെ 118 സങ്കീർത്തനം 8 വാക്യം. ആ മധ്യവാക്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി, നമ്മുടെ രക്ഷപ്പെട്ടു. എന്തുവാ? മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ ഓയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നല്ലതിലേക്കല്ല പോണേ, പിന്നെ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ദൈവസേന ഇരിക്കണതിന് പകരം ഡോക്ടറുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കും. അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? അവിടെ നിൽക്കും. അവരെത്ര മണിക്കൂർ അവൻ മുഷിച്ചിരുമില്ല, ഭാരവുമില്ല, വിഷമവും ഇല്ല. മീറ്റിംഗ് ഇച്ചിരി മുമ്പോട്ട് പോയാലോ നമുക്ക് വിഷമം വരും, അല്ലേ? പ്രൈസ്. അയ്യോ, എന്തെല്ലാം കാര്യങ്ങൾ ഇട്ടു വന്ന് എന്നാ പറയാനാ, സമയം പോയി. ഡോക്ടർ 1 മണിക്കൂർ 2 മണിക്കൂർ ആയാലും പ്രശ്നമില്ല. ഓപ്പറേഷൻ പറ്റിയാലും അങ്ങനെയാ. 1 മണിക്കൂറത്തെ ഓപ്പറേഷൻ 2 മണിക്കൂർ 3 മണിക്കൂർ ആയാലോ പ്രശ്നമില്ല. സ്വത്രം. പിന്നെ എന്താ ഡോക്ടർ ചോദിച്ചാൽ ആരും കൊണ്ട് കയറി ചെല്ലാറുമില്ല. എന്നാൽ ദൈവസേന ഒരു വിഷയം വെച്ച് ദൈവത്തിന് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ വെയിറ്റ്, ഈ 3 ഏതെങ്കിലും ഒന്ന് മറുപടിയാണ്. പ്രൈസ് അല്ല, എല്ലാറ്റിനും സ്വോത്രം ചെയ്തോളാം. പ്രൈസ് അല്ല, അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, യേശു എന്തിനാണ് ഈ അടിയെല്ലാം ഏറ്റെന്ന് ചോദിച്ചാൽ അവന്റെ അടിപ്പിണർ നമ്മുടെ സൗഖ്യത്തിൽ. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവിന് വേണ്ടി ഒറ്റ കാര്യം കൂടെ പറയാം. ഇനി 10 മിനിറ്റ് കൂടി ഉണ്ടല്ലോ, ആ 10 മിനിറ്റ് കൊണ്ട് ചെറിയൊരു കാര്യം കൂടെ പറയാം. നമുക്ക് അതിനൊരു തെളിവ് വേറെ ആരെയും എടുക്കണ്ട, കനാനി സ്ത്രീ എടുത്താൽ മതി. കനാനി സ്ത്രീ യേശുവിന്റെ അടുക്ക വന്നു, അല്ലേ? യേശുവിന്റെ അടുക്ക വന്നേച്ച്, യേശു എൻ്റെ മകൾ ഇങ്ങനെ ഭൂതപദ്രത കഷ്ടപ്പെടുക, കൊച്ചിനെ വീട്ടിലിട്ടേച്ച് അവൾ വന്നെന്ന് ഓർക്കണം. ഉടനെ യേശുവിന്റെ മറുപടി ഒന്ന് പ്രതീക്ഷിച്ച്. യേശു മറുപടി പറഞ്ഞു തന്നെ, സഹോദരൻ, വേറെ ആരോട് യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇവളോട് മാത്രമേ അങ്ങനെ പറഞ്ഞു. ഏതാ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമാണ് അന്ന് പറഞ്ഞ ഒറ്റ വാക്കിലാരാ? ഞാൻ കൊണ്ടുവന്ന സൗഖ്യം അഥവാ ഞാൻ കൊണ്ടുവന്ന അപ്പം, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പം ആർക്കുള്ളത്? എൻ്റെ മക്കൾക്കുള്ളതാണ് എന്ന് യേശു പറഞ്ഞു എന്ന് അതിനകത്ത് ഒരർത്ഥം ഉണ്ടല്ലേ, ഇല്ലേ? പിന്നെ ഇവളാരാ? നായ്ക്കുട്ടിയാണ്. ഇവള് മകളൊന്നും അല്ല. ഇവർക്ക് ഇസ്രായേലിനോട് യാതൊരു ബന്ധവും ഇല്ല. അവൾക്ക് യേശുവിന്റെ അടുക്ക വരെ യാതൊരു യോഗ്യതയും ഇല്ല. എന്നാൽ അവൾ പട്ടിക്കുട്ടിയാണെന്ന് അവൾ സമ്മതിച്ചു. യേശു പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? ഉടനെ അവൾ വിട്ടുകൊടുത്തില്ല. അവൾ ഉടനെ അതേ പിടിച്ചു. യേശു പറഞ്ഞ വാക്കേൽ അവൾ പിടിച്ചു. ഏതാ? നായ്ക്കുട്ടി. അതേ യജമാനനെ, ഞാൻ ആരാ? നായ്ക്കുട്ടിയാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നായ്ക്കുട്ടികൾക്കും ഒരു കാര്യമുണ്ട്, യജമാനന്റെ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ താഴെ പോകുന്ന അപ്പനുറുക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പട്ടിക്കുട്ടിയും തീർന്ന് ജീവിക്കുമല്ലോ. അതല്ലേ ഇവിടെ പറഞ്ഞേ? നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ കൊണ്ട് ജീവിക്കും. അപ്പൊ അതിനകത്ത് ഒരു കാര്യം ദൈവമക്കൾക്ക് മനസ്സിലായോ? യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശു പറഞ്ഞതിനകത്ത് രോഗസൗഖ്യം ആർക്കുള്ളതാന്നാ യേശു പറഞ്ഞേ? അവന്റെ മക്കൾക്കുള്ളതാ. ഇതിനകത്ത് എത്ര പേരുണ്ടാവും ദൈവത്തിന്റെ മക്കൾ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. മക്കളാണോ നീ? നീ അവകാശിയാ. രോഗസൗഖ്യത്തിന് അവകാശിയാ നീ. രോഗസൗഖ്യം ജാതികൾക്കല്ല, രോഗശാന്തി നിനക്ക് തന്നിരിക്കുക ദൈവം, നിന്റെ അവകാശമാ. ഇവിടെ യേശു പറയാ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് ഇട്ടുകൊടുക്കുന്ന വിഹിതമല്ല. മക്കളുടെ അപ്പമാണ് രോഗശാന്തി. എത്ര പേര് വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം? വിശ്വസിക്കുന്ന ദൈവമക്കൾ നിങ്ങളുടെ രോഗമുള്ള സ്ഥാനത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. വചനം അയച്ച സൗഖ്യമാക്കുന്നത്. ഈ വചനം നമ്മെ വിടിവിക്കുന്ന, ഈ വചനം നമ്മെ സൗഖ്യമാക്കുന്ന ഈ വചനം യെശയ്യാപ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യം. അത് പറയാൻ പോയി ഒത്തിരി സമയം എടുക്കും. ഞാൻ അവിടെ ഭാഗം വിടുക, 5 മിനിറ്റ് ഉള്ളല്ലോ. ഞാൻ അവിടെ ഭാഗത്ത് കിടക്കുന്നില്ല. എൻ്റെ രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ, എനിക്ക് കിട്ടിയ രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം ഉമ്മനിര് പോലും ഇറക്കാൻ കഴിയാതെ, സംസാരിക്കാൻ പോലും കഴിയാതെ ഞാൻ പിന്നെ ദൈവം അനുവദിച്ചെങ്കിൽ സാക്ഷി ഞാൻ പിന്നെ പറഞ്ഞോളാം. ഇപ്പൊ അതിന്റെ ആ പോയിന്റ് മാത്രം ഞാൻ പറയും. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ വയ്യാത്ത വിധത്തിൽ ഞാൻ അതിശക്തമായ വേദനയെ കഷ്ടപ്പെടുന്നു.
സംസാരിക്കാൻ പോലും മേലാത്ത അവസ്ഥ. അങ്ങനെ വളരെ കഷ്ടതയിലായിരുന്ന സമയത്ത് ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ, സ്തോത്രം, ഉപ്പുവെള്ളം കവക്കൊണ്ടതൊരു കാരണം. ആദ്യം എനിക്ക് സംസാരിക്കായിരുന്നു, തൊണ്ടവേദന, ഉമ്മനിരക്കാൻ വേദന ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ അച്ഛാമ്മോട് പറഞ്ഞു, മമ്മി മരുന്നൊന്നുമല്ല, ഇച്ചിരി ഉപ്പുവെള്ളം കവക്കൊണ്ടാ നല്ലതാണ്, തൊണ്ടവേദന മാറുമെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു മരുന്നൊന്നും അല്ലായിരിക്കും. ഞാൻ അന്ന് എന്താ തന്നേക്കാൻ പറഞ്ഞു. അവള് ഉപ്പുവെള്ളം കവക്കൊള്ളാൻ വേണ്ടി ചൂടാക്കി കൊണ്ട് തന്നു. അത് കവക്കൊണ്ടു. അപ്പൊ ഈ വേദന കഠിനമായി. അങ്ങനെ അതിഭയങ്കര വേദന ഞാൻ കഷ്ടപ്പെടുമ്പോൾ, കർത്താവ് എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാ. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയല്ല. പക്ഷെ ഉപ്പും വെള്ളവും മരുന്നല്ലല്ലോ എന്ന് കരുതി കൊച്ചു പറഞ്ഞ കേട്ട് ഞാനത് ചെയ്തു പോയി. കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഉപ്പുവെള്ളം കവക്കൊണ്ടത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കിടക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യം ഞാൻ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യുന്നു. എന്തിനെന്നറിയാമോ? ഇന്ന് പകലിൽ, ഇന്ന് അവിടുത്തെ രാത്രിയിൽ നിങ്ങൾ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വെക്കുക. ഈ വചനം നിങ്ങൾ പറയുക. എന്താണെന്നറിയാമോ? സാക്ഷാൽ എൻ്റെ രോഗങ്ങളെ യേശു വഹിച്ചു. ഞാൻ ഈ തൊണ്ടയിലോട്ട് കൈവച്ച് പറഞ്ഞു കേട്ടോ ഈ വചനം 3 പ്രാവശ്യം. എന്താണെന്നറിയാമോ? സാക്ഷാൽ എൻ്റെ രോഗങ്ങളെ യേശു വഹിച്ചു, എൻ്റെ വേദനകളെ എൻ്റെ യേശു ചുമന്നു, എൻ്റെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം 3 പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ. അത്ഭുത വിടുത ദൈവം എനിക്ക് തന്നു. ഈ വേദന ഉള്ള ഒരു തോന്നൽ പോലും ഇല്ലാത്ത രീതി ദൈവം എന്നെ സൗഖ്യമാക്കി. ഈ യേശു എത്ര നല്ലവനാ, ഈ യേശു എത്ര മതിയായവനാ. അതുകൊണ്ട് മാനവയാത്ര സകല രോഗങ്ങളെ, സകല വേദനകളെ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി ചുമന്നു. അതുകൊണ്ട് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശുവിന്റെ അടിപ്പിണരാ നമുക്ക് സൗഖ്യം വന്നിരിക്കുക. വിശ്വാസത്താൽ ഏറ്റെടുത്താൽ മതി. അപ്പം ദൈവസന്നിധി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും, ചിലതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട വരും. രോഗബന്ധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം? ചില സമയത്ത് ദൈവം നമ്മളോട് പറയും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ അത് ചെയ്യണം. ഉപവസിക്കാൻ പറയുമ്പോൾ എനിക്ക് ഷുഗർ ആണ്, പ്രഷർ ആണ്, കൊളസ്ട്രോൾ ആണ്, അതാണ് ഇതാണ് എന്ന് പറയും. ഡോക്ടർ പറയാ ഇന്ന് വൈകിട്ട് ഫുഡൊന്നും കഴിക്കണ്ട, വെള്ളം പോലും കുടിക്കണ്ട, നാളെ ഓപ്പറേഷനാ. ആ ശരി. അപ്പൊ അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. വെള്ളം കുടിക്കാതെ 6 മണി മുതൽ 6 മണി വരെ ഉപവസിക്കാനോ? അയ്യോ, എങ്ങനെ ഇരിക്കാനോ എൻ്റെ ദൈവമേ? ഉപവസിക്കാനോ? വെള്ളം കുടിക്കാതിരിക്കാനോ? അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ട്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാ. ഡോക്ടർമാർ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് അവർ ചെയ്തു. മുഴങ്കാലം ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാർ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഡോക്ടർ പറയാ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞാലും നമ്മൾ നിൽക്കും. ഈ ഗർഭിണി പെണ്ണുങ്ങളൊക്കെ ഓപ്പറേഷന് കയറുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് സിസേറിനായിട്ടുള്ള അങ്ങനെയുള്ള പെണ്ണുങ്ങളോട് അവരെ വളച്ചു നിർത്തി നടുവിന് അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടതാ കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം ഒന്നാമത്തെ ഗർഭിണിക്ക് വളയാൻ വലിയ പാടാണ്. പക്ഷെ അതൊക്കെ അവർ ചെയ്യും. എന്തിനാ? അപ്പൊ ദൈവത്തെയാണോ നാം അനുസരിക്കുന്നത്? മനുഷ്യനെയാണോ അനുസരിക്കുന്നത്? ദൈവത്തെയാണോ ഭയപ്പെടുന്നത്? മനുഷ്യനെയാണോ ഭയപ്പെടുന്നത്? ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടാം, ദൈവത്തെ സ്നേഹിക്കാം, ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ ആരാധിക്കാം. ദൈവവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. കാരണം അവസാനത്തോടെ രക്തം വരെ ഊറ്റി തന്ന നമ്മുടെ യേശു. ആ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നാം സ്നേഹിച്ചാൽ, നാം അവനെ സ്തുതിച്ചാൽ, സ്തുതിക്കാനും സ്തോത്രം പറയാനൊക്കെ പറയണം, നല്ല സൗണ്ടിൽ പറയണം, ദൈവത്തിന് ആരോഗ്യത്തിൽ പറയണം, ദൈവം തന്ന സൗണ്ടിൽ പറയണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കും, നമ്മൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്ന ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിച്ച് ദൈവത്തോടെ ഭക്തിയോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ